വീണ്ടും വീണ്ടും നമുക്ക് ഒന്നിച്ച് കൂടി വരുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരവസരം കൂടി ഒരുക്കി തന്നല്ലോ. ഒരവസരം കൂടി ഒരുക്കി തന്നു എന്ന് നമ്മൾ പറയുമ്പോൾ എത്ര വിലപ്പെട്ടതാകുന്നു എന്ന് നമുക്കറിയാമല്ലോ. ഓരോ ദിവസവും വാട്സപ്പിലൊക്കെ രാവിലെ കാണുന്ന മെസ്സേജ് എത്രമാത്രം ദുഃഖിപ്പിക്കുന്നതാകുന്നു. 9 വയസ്സ് പ്രായമുള്ള മോള് ഇന്നലെ രാത്രി ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയതാ, കുഴഞ്ഞു വീണു, ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. ജീവിതം ദൈവത്തിൻ്റെ എത്ര വിലപ്പെട്ടതാകുന്നു. നമുക്കൊരു ദിവസം കൂടെ ദൈവം ദാനമായി തന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവമേ, എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണമേ. ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. അതെ, ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിന്റെ ചിറകിനിഴൽ ശരണം പ്രാപിക്കുന്നു. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ. പ്രാരംഭ പ്രാർത്ഥനയ്ക്കായിട്ട് രജിമോനെ. പ്രാർത്ഥനയ്ക്കായി നമുക്കൊരുങ്ങാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞാൻ സ്വർഗീയ പിതാവാം ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. കർത്താവേ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ നടത്തിയ വിധങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഞങ്ങൾ രാവിലെ ഉണരുമ്പോൾ കർത്താവെ, ഞങ്ങൾക്ക് ദിവ്യപ്രകാശവും ദിവ്യ സമാധാനവും തരുന്ന ദൈവമാകിയാൽ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ദൈവമായി കർത്താവെ, അങ്ങയുടെ പൊന്നു പാദപീഠത്തിൽ കർത്താവെ പാസ്റ്റിബറായി കർത്താവ് ഓൺലൈനായി കൂടുവാനും കർത്താവെ ഞങ്ങൾ സഹായിച്ച വൻ കൃപയോർത്ത് നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. കഴിഞ്ഞ കാലങ്ങളിലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ രാത്രിയിലും അനേകർ കർത്താവെ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ കർത്താവെ, ഏഴോളം പാപികളും ബലഹീനമാണ് ഞങ്ങൾക്ക് ഒരു ദിവസം കൂടി ഞങ്ങൾക്ക് കാണുവാനും നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്കോണം ഞങ്ങളെ ഒരുക്കിയ വൻ കൃപയോർത്ത് സ്തോത്രം ചെയ്ത് കർത്താവെ. അവിടെ നിന്നെല്ലാം ഞങ്ങളെ അറിയുന്ന ദൈവമാകിയ സ്തോത്രം കർത്താവെ. പ്രതികൂലങ്ങളുടെ പ്രയാസങ്ങളുടെ മധ്യത്തിലും കർത്താവെ ഞങ്ങളെ ഏറ്റെടുക്കുന്ന ദൈവമാകിയാൽ നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. നീ അല്ലാതെ ഞങ്ങൾക്ക് മറ്റാരിലും ആശ്രയിപ്പാനില്ല. നിന്നെ ആശ്രമിച്ച് ജീവിപ്പാൻ തക്കണം ഞങ്ങൾ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ പാപികളും ബലഹീനമാണെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നില്ല കർത്താവെ. ഞങ്ങളുടെ പാപങ്ങളോട് കണക്കിട്ടാതെ വേണം ദോഷങ്ങൾ നിങ്ങൾ മറച്ചുകൊണ്ട് കർത്താവെ ഞങ്ങളെ ദിനംതോറും ജീവിപ്പിക്കുന്ന ദൈവമാകിയാൽ നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഞാൻ എൻ്റെ കണ്ണു പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരുന്നു? എനിക്ക് സഹായം ആകാശത്തെയും ഭൂമിയും നിർമ്മിച്ച യഹോവയെന്ന് കർത്താവെ. നീ ഞങ്ങൾക്ക് തന്ന എല്ലാ ചെറുതും മറുതുമായ എല്ലാ സഹായങ്ങൾക്കായി നന്ദിയോട് സ്തുതിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ കർത്താവെ. നീ അവിടെ നിങ്ങൾ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുത്തെ പരിശുദ്ധാത്മാവിലാൽ നിറക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് ഞങ്ങൾ കർത്താവെ ഞങ്ങൾ കൂടി വന്നതിനായി സ്തോത്രം കർത്താവെ. ഞങ്ങളായി വന്നതല്ല കർത്താവെ, അവിടെ നിങ്ങൾ കൂട്ടിക്കൊണ്ടുവന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. നീ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഓ കർത്താവെ, സ്വർഗ്ഗം എന്റെ സിംഹാസനവും ഭൂമി എന്റെ പാദപീഠവും ആകുന്നല്ലോ കർത്താവെ. അങ്ങയുടെ പാദപീഠത്തിൽ കർത്താവെ സകലവും നിങ്ങൾ സമർപ്പിക്കുന്നില്ല കർത്താവെ. ഞങ്ങളുടെ ആവശ്യങ്ങളോട് മനസ്സിലിന്ന് ദൈവമാകിയ സ്തോത്രം കർത്താവെ. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തിയെന്ന് പറയാൻ തക്കൊണ്ട് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൂരത്തും ചേർത്തുമായിരിക്കുന്ന എല്ലാ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുക കർത്താവെ. ഞങ്ങളുടെ ഭവനങ്ങളെയും കുടുംബങ്ങളെയും വ്യക്തികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവെ. ആവശ്യങ്ങളോട് മനസ്സിലെയണമെന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണുനീർ തൂവുമ്പോൾ മനസ്സിലിയുന്ന കർത്താവെ, അടിയങ്ങളോട് നീ മനസ്സിലെയണമെന്ന് പ്രാർത്ഥിക്കുക കർത്താവെ. ഞങ്ങൾ സമർപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളും കർത്താവെ ഇന്ന് അവിടുന്ന് ജയം തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാ നിരക്കണമെന്ന് പ്രാർത്ഥിക്കുക കർത്താവെ. ഞങ്ങളുടെ തിരുവചന സങ്കീർത്തന ധ്യാനം കർത്താവെ, വചനഘോഷണം കർത്താവെ എല്ലാം അവിടുത്തെ മഹത്വത്തിനായി തീരുവാൻ തക്കൊണ്ട് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇത് വിശ്വസിക്കുന്ന എൻ്റെ മക്കളെ ആകമാനാണ് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുക കർത്താവെ. നേതൃത്വ മക്കളെ ഓരോരുത്തരെയും അവിടുത്തെ സഹായിക്കുമെന്ന് പ്രാർത്ഥിക്കുക കർത്താവെ. അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഗായസംഘത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക കർത്താവെ. അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുക കർത്താവെ. ഹല്ലേലൂയ. വചനമായി കടന്നു വരുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുക കർത്താവെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മകളോട് കേൾക്കുവാൻ തക്കൊണ്ട് അവിടെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുക കർത്താവെ. പുരുഷന്റെ മറവ് നിറച്ചു കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുക കർത്താവെ. ഞങ്ങൾ വെറുതെ വന്നു പോകുന്നവരല്ല കർത്താവെ. നിറഞ്ഞ അനുഗ്രഹത്തോടെ പരിശുദ്ധാത്മാ നിറഞ്ഞുകൊണ്ട് കർത്താവെ പിരിഞ്ഞു പോകാൻ തക്കൊണ്ട് സഹായിക്കുമാറാകണം
ഇരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമോട് അന്തം കൂടെ ഇരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല വിഷയങ്ങളും അവിടെ പാതപ്പെടുത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അല്പസമയം താണു ഇരിക്കുന്നു കർത്താവെ, നിന്റെ സാന്നിധ്യം കൊണ്ട് നിറക്കണമേ. സകലം യേശു ക്രിസ്തുവിന്റെ നാമത്തെ അപേക്ഷിക്കുന്നു, പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. ഗാന ശുശ്രൂഷയ്ക്ക് ശേഷം പ്രിയ അജിത് വർഗീസ് സങ്കീർത്തനം ധ്യാനിക്കുന്നത്. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഒരു പകൽക്കാലം കൂടി നമുക്ക് ദാനം തന്ന ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ട്, ഈ ഹാളിലും സൂമിലുമായി ഞങ്ങളെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഹല്ലേലൂയ, ഈ ഒരു പകൽക്കാലം പൊട്ടി വിരിഞ്ഞപ്പോൾ ഹല്ലേലൂയ, ചിലരുടെയെങ്കിലും മൊബൈൽ ഫോണിൽ ഹല്ലേലൂയ ഒരു മെസ്സേജ് വന്നു. 9 വയസ്സുള്ള ഒരു കുഞ്ഞ് ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. ഹല്ലേലൂയ. കഴിഞ്ഞ സാറ്റർഡേ ഒരു സൺഡേ സ്കൂളിന്റെ സർവീസിൽ അവൾ സ്തോത്രകാഴ്ച എടുത്തിട്ട് ഹല്ലേലൂയ മടങ്ങി വീട്ടിൽ പോയി സുഹൃത്തുക്കളൊപ്പം കളിക്കുമ്പോൾ ഹല്ലേലൂയ ആ കുഞ്ഞിനെ ദൈവം എടുത്തു. ഹല്ലേലൂയ. ഒരു കുഞ്ഞ്, മാതാപിതാക്കൾക്ക് ഏകസന്താനം. ആമേൻ. ആ കുടുംബത്തിന് വേണ്ടി നമ്മൾക്ക് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ആശ്വാസം നൽകുവാൻ എൻ്റെ കർത്താവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. നമ്മൾ എന്തു പറഞ്ഞാലും ഹല്ലേലൂയ ബലപ്പെടുത്തുന്ന ഒരു ദൈവിക കൃപ ആ ഭവനത്തിന് ആവശ്യമാണ്. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെ ലോകം ഹല്ലേലൂയ നമ്മളുടെ മുമ്പിൽ ഒന്നുമില്ലെന്ന് കാട്ടിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തില് ഹല്ലേലൂയ ദൈവജനമേ, കർത്താവിന്റെ നാളുകൾ അടുത്തു വന്നിരിക്കുകയാണ്. നാളെ പ്രഭാതത്തില് ഇന്ന് വൈകിട്ട് എന്ത് സംഭവിക്കുന്നെന്ന് ആർക്കും വിവേചിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെ നാം കടന്നു പോവുകയാണ്. ഒരു പകൽക്കാലം കൂടി എന്റെ കർത്താവിന്റെ അത്ഭുതമേറിയ വചനം കേൾക്കുവാൻ, എന്റെ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ ഒരു യോഗ്യതയില്ലാത്ത നമുക്ക് അവൻ ദാനം തന്ന് നിലനിർത്തി. ഹല്ലേലൂയ. സ്തോത്രം പറയുമോ? ഹൃദയം കൊണ്ട് സ്തോത്രം പറയുമോ? യേശുവേ നന്ദി. എന്റെ കഴിവോ എന്റെ മിടുക്കോ പ്രാഗൽഭ്യമല്ല, നിന്റെ ദയ അതൊന്നുകൊണ്ട് മാത്രം കർത്താവേ ഈ ഭൂമിയിൽ ഹല്ലേലൂയ ജീവനുള്ളവളായി നിലനിർത്തുവാൻ സഹായിച്ച ദൈവകൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പാടാം. സ്തുതിച്ചിടുവിൻ കീർത്തനങ്ങൾ ദേവന് പാടിയിടുന്നു, അത് സ്തുതി ഉചിതവും മനോഹരവും നല്ലത് എന്നറിവിൻ. ഒരുമിച്ച് കരങ്ങൾ അടിച്ച് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. കീർത്തനങ്ങൾ ദേവനു പാടിടുവിൻ, സ്തുതിയുചിതം മനോഹരവും നല്ലതുമെന്നറിവിൻ. സ്തുതിച്ചിടുവിൻ കീർത്തനങ്ങൾ ദേവനു പാടിടുവിൻ, സ്തുതിയുചിതം മനോഹരവും നല്ലതുമെന്നറിവിൻ. ദേവാദിദേവനീ
ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 34 സങ്കീർത്തനം നമുക്കിന്ന് വാക്യം പ്രതിവാക്യമായിട്ട് വായിക്കുവാനും ധ്യാനിക്കുവാനുമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗമാണ്. നമുക്ക് ആദ്യം അത് വാക്യം പ്രതിവാക്യമായിട്ട് വായിക്കാം. 34 സങ്കീർത്തനം, സാംസ് 34. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. എന്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു, എളിയവർ അത് കേട്ട് സന്തോഷിക്കും. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവേൻ, നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക. ഞാൻ യഹോവയെ അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി, എന്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. അവലെങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. യഹോവ നല്ലവനെന്ന് വീക്ഷണയിൽ അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവീൻ, അവന്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. ബാലസിംഹങ്ങൾ വെറുകെട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. മക്കളെ, വന്ന് എനിക്ക് ചെവി തരുവീൻ, യഹോവയോടുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം. ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടവരെ ദീർഘായുസ് ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ആർ? ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അധരത്തെയും കാത്തുകൊള്ളുക. ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക, സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. ദുഷ്പ്രവർത്തിയുടെ ഓർമ്മയെ ഭൂമിയിൽ നിന്ന് ഛേദിച്ചു കളയേണ്ടതിന് യഹോവയുടെ മുഖം അവർക്ക് പ്രതികൂലമായിരിക്കുന്നു. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെയും രക്ഷിക്കുന്നു. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. അവന്റെ ആസ്തികളെല്ലാം സൂക്ഷിക്കുന്നു, അവയിലൊന്നും ഒടിഞ്ഞു പോകുകയുമില്ല. അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു, നീതിമാനെ ഭയക്കുന്നവർ ശിക്ഷ അനുഭവിക്കും. യഹോവ തന്റെ ദാസന്മാരുടെ പ്രാണനെ വീണ്ടുകൊള്ളുന്നു, അവനെ ശരണമാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കുകയില്ല. 34 സങ്കീർത്തനം, അതിന്റെ തലക്കെട്ട്, അതിന്റെ മേളിലൊരു ഹെഡിങ് ഉണ്ട്. അതിന്റെ മേളിലൊരു ഹെഡിങ് ഉണ്ട്. അത് പറയുന്നത്, ദാവീദ് അബീമേലെക്കിന്റെ മുന്നിൽ വെച്ച് ബുദ്ധിഭ്രമം നടിക്കുകയും അവിടെ നിന്ന് അവനെ ആട്ടിക്കളയുകയും ചെയ്തിട്ട് അവൻ പോകുമ്പോൾ പാടിയ ഒരു സങ്കീർത്തനം. ഇതാണ് ഹെഡിങ്. വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് എന്താണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം. ഇനി ആ പശ്ചാത്തലത്തിലേക്ക് നമ്മളൊന്ന് ചുടന്ന് നോക്കിയാൽ അത് നമുക്ക് 1 ശമൂവേൽ 21:10 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ കാണാൻ സാധിക്കും. 2 ശത്രുക്കളുടെ ഇടയിൽപ്പെട്ട്, അതായത് തന്നെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരുന്ന ശൗലിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടി ഗത്തിലെത്തി. ഗത്ത് എന്ന് പറഞ്ഞാൽ ഫെലിസ്ത്യ ദേശത്ത്, അതായത് ശൗല് ഇസ്രായേൽ രാജാവിൽ നിന്ന് രക്ഷപ്പെട്ട് ഗത്തിലെത്തി. അവിടെ ആയിരിക്കുമ്പോൾ ഗത്തിലെ രാജാവായ ആഖീഷിന്റെ ഭൃത്യന്മാർ അവനെ കണ്ട് അവനെ തിരിച്ചറിയുമ്പോൾ ഭയപ്പെടുന്ന ഒരവസ്ഥ. അങ്ങനെ അവിടെ നിന്ന് ആഖീഷ് അവനെ ഉപദ്രവിക്കുമോ എന്ന് ഭയന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടി അവനെ അവിടെ നിന്ന് അവിടെ വെച്ച് അവന് ബുദ്ധിഭ്രമം അഭിനയിക്കുകയാണ്. അതായത് വായിൽ നിന്ന് പതയുന്നൊരയൊക്കെ വരികയും ഭിത്തിയോടെ തലയുയർത്തിയിടിക്കുക, അങ്ങനെ ഭ്രാന്തനായിട്ട് ഒരു മാഡ്നസിന്റെ അനുഭവത്തിൽ ദാവീദ് സ്വയം അഭിനയിക്കുകയും, അപ്പോൾ ആഖീഷ് രാജാവ് അവനെ അവിടെ നിന്ന് തൻ്റെ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കി ആട്ടിപ്പായിക്കുകയും ചെയ്യുന്ന ഒരു രംഗം. അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുമ്പോൾ ദാവീദ് പാടിയ ഒരു സങ്കീർത്തനം എന്നാണ് ഇതിൽ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് അദുല്ലാം ഒരു ഗുഹയിലേക്ക് ഓടിച്ചെന്ന് കയറുകയാണ്. അപ്പോൾ ദാവീദ് പോയപ്പോൾ ദാവീദിൻ്റെ കൂടെ മറ്റനേകം നിരാശരായ മനുഷ്യരും കൂടെ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്. അവിടുന്ന് അവരെല്ലാം ദാവീദിനെ പിന്തുടർന്ന് ആ ഗുഹയിൽ എത്തിച്ചേരുന്നു. അവിടെ വെച്ച് അവരുടെ ഇടയിൽ ഇരുന്ന് എഴുതി അവരുടെ മുൻപാകെ പാടുന്ന ഒരു സങ്കീർത്തനമാണ് ഈ 34 സങ്കീർത്തനം. അപ്പോൾ ഈ സങ്കീർത്തനത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് ദാവീദ് അബീമേലെക്കിന്റെ മുന്നിൽ വെച്ച് നിന്ന് രക്ഷപ്പെട്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആ പശ്ചാത്തല ഭാഗത്തെങ്ങും അബീമേലെക്കിന്റെ കാര്യം പറഞ്ഞിട്ടേ ഇല്ല. ഈ നമ്മൾ വായിക്കുന്ന 1 ശമൂവേൽ 21:10 മുതലുള്ള ഭാഗമാണ് ഇത് പ്രതിപാദിച്ചിരിക്കുന്നത്.
അതിന് മുമ്പുള്ള ഭാഗത്ത് അലിമലേക്ക് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെക്കുറിച്ച്, ഒരു പുരോഹിതനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അബിമലേക്കിനെ കുറിച്ച് അവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ പലർക്കും അറിയാമായിരിക്കും, ദിവസം പഠിക്കുന്നവർക്കൊക്കെ അറിയാമായിരിക്കും. എന്നാൽ ചിലർക്കെങ്കിലും അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഉദ്ദേശിച്ച് പറയാണ്. ഈ അബിമലേക്ക് എന്ന് പറഞ്ഞാൽ അബ്രഹാമിൻ്റെ കാലം മുതൽ ദാവീദിൻ്റെ കാലം വരെ എല്ലാ ഫെലിസ്തീയ രാജാക്കന്മാർക്കും പൊതുവിൽ കൊടുത്തിരുന്ന ഒരു പേരാണ് അബിമലേക്ക് എന്ന്. അപ്പോൾ ആഖീഷ് രാജാവിനും ആ പേര് ലഭിച്ചു. എല്ലാ രാജാക്കന്മാർക്കും, ഫെലിസ്തീയ രാജ്യത്തുള്ള എല്ലാ ഫെലിസ്തീയ രാജാക്കന്മാർക്കും കിട്ടിയിരുന്ന ഒരു പേരാണത്. അങ്ങനെയാണ് അബിമലേക്ക് നടന്നത്. ഇനി നമുക്ക് സങ്കീർത്തന ധ്യാനത്തിലേക്ക് കടക്കാം. 34-ാം സങ്കീർത്തനം ഒരു വളരെ, നമ്മളിത് വായിച്ച് താഴോട്ട് വായിക്കുമ്പോൾ നമുക്കറിയാം, വളരെ ജ്ഞാനം നിറഞ്ഞൊരു സങ്കീർത്തനമാണ്. പുതിയ നിയമത്തിൽ നോക്കി അനേക ഇടങ്ങളിൽ അത് കോട്ട് ചെയ്തിട്ടുണ്ട്. പുതിയ നിയമത്തിൽ പത്രോസ് അപ്പോസ്തലനും പൗലോസ് അപ്പോസ്തലനും ഒക്കെ കോട്ട് ചെയ്തിട്ടുണ്ട്. ഒരാളുടെ ജീവിതത്തിൽ പൂർണ്ണമായ ദൈവത്തിൽ സമർപ്പിക്കുന്നതും താൻ കടന്നു പോകുന്ന കഷ്ടങ്ങളും പ്രയാസങ്ങളിലൂടെയൊക്കെ ആയിരിക്കുമ്പോഴും ദൈവത്തിൽ ആശ്രയിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് ഊന്നിയാണ് ഇവിടെ ദാവീദ് രാജാവ് തൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ സങ്കീർത്തനം. അതാണ് അതിൻ്റെ ഒരു രത്നച്ചുരുക്കം എന്ന് പറഞ്ഞാൽ. ഇതൊരു പുതുക്കത്തിൻ്റെ സങ്കീർത്തനം. കാര്യം നമ്മൾ ഇതിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പം നമുക്ക് മനസ്സിലാവും അത്. ദാവീദ് കടന്നുപോയ ജീവിത സാഹചര്യങ്ങൾ, തൻ്റെ പ്രയാസങ്ങൾ, താൻ നിരന്തരം വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുക. ശൗൽ രാജാവാണെങ്കിൽ നിരന്തരം കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം. അവിടെ നിന്നൊക്കെ ദൈവം അത്ഭുതകരമായി വിടുവിച്ചു. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഒരു പുതുക്കത്തിൻ്റെ സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനമായിട്ട് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്ന 34-ാം സങ്കീർത്തനം. ഇനി അതിൻ്റെ വാക്യങ്ങളിലേക്ക് കടന്നാൽ ചെറുതല്ലാത്ത ഒരു സങ്കീർത്തനം, 22 വാക്യങ്ങളുള്ള ഒരു സങ്കീർത്തനം. വാക്യം എടുത്ത് നമുക്ക് ധ്യാനിക്കാൻ സമയമില്ല, സമയപരിമിതി കാരണം നമുക്കത് 5-6 ഭാഗങ്ങളായിട്ട് തിരിച്ച് നമുക്ക് ചുരുക്കമായിട്ട് ധ്യാനിച്ച് മുമ്പോട്ട് പോകാം. ആദ്യ 3 വരികൾ നമ്മൾ ഒരുമിച്ചെടുത്താൽ ശത്രുക്കളുടെ തന്നെ വളരെ അത്ഭുതകരമായി വിടുവിച്ച്, അതായത് പ്രബലമായ 2 ശത്രുക്കളാണ്, അതായത് ഇസ്രായേൽ രാജാവും മറ്റേത് ഫെലിസ്തീയ രാജാവും, അവരുടെ കയ്യിൽ നിന്ന് വളരെ അത്ഭുതകരമായി വിടുവിച്ച് ഒരു സുരക്ഷിതമായ ഒരു ഗുഹയിൽ തന്നെ കൊണ്ടെത്തിച്ചിരിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലും ആവേശത്തിലൊക്കെയാണ് ദാവീദ്. അപ്പം ദാവീദിൻ്റെ ഉള്ളിലും ദാവീദിൻ്റെ നാവിലൊക്കെ നന്ദി കവിഞ്ഞൊഴുകുക. ഈ വാക്യങ്ങളിൽ പറഞ്ഞിരിക്കും, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. താഴോട്ട് വരുമ്പോൾ പറഞ്ഞിരിക്കും, തൻ്റെ ഉള്ളിൽ മാത്രമല്ല സ്തുതി തൻ്റെ നാവിന്മേലും ഇരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കൊക്കെ ഉള്ളൊരു ഇതാണ്, നമ്മളൊക്കെ പൊതുവിൽ നമ്മളെല്ലാം ദൈവത്തെ ഉള്ളിൽ സ്തുതിക്കും. കാര്യം നമ്മളൊക്കെ പല സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകും, നമ്മളെ വിടുവിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മളെല്ലാം ഇവിടെ പിന്നെയും വന്നിരിക്കുന്നത്. എന്നാൽ നമ്മുടെ ഉള്ളിൽ ഒത്തിരി സ്തുതി കാണും, പക്ഷെ നമ്മുടെ നാവിൻ തുമ്പിൽ വളരെ കുറവാണ്. നമ്മൾ സ്തുതിച്ചുകൊണ്ടിരിക്കണം. മറ്റുള്ളവർ അതാ കാണുന്നത്. നമ്മുടെ ഉള്ളിലുള്ള സ്തുതി നമ്മൾ അനുഭവിച്ചു. പക്ഷെ എന്നാൽ നമ്മൾ ദൈവത്തെ സ്തുതിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവത്തെ സ്തുതിക്കുമ്പോഴാണ് മറ്റുള്ളവർ നമ്മുടെ അനുഭവത്തിലൂടെ, നമ്മുടെ സാക്ഷ്യത്തിലൂടെ അവർക്ക് പല പ്രചോദനങ്ങളും ഉണ്ടാകുന്നത്. അതവിടെ പറഞ്ഞു, ഞാൻ എൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിൻ്റെ തുമ്പിലിരിക്കും, നാവിന്മേലിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് 3-ാമത്തെ വാക്യത്തിൽ തന്നോടൊപ്പം ഉള്ളവരെ തന്നോട് ചേർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ഈ ആദ്യ ഭാഗം അവിടെ അവസാനിക്കുന്നത്. അപ്പോൾ ദൈവം വല്ലാതെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് എല്ലാ കാലത്തും എപ്പോഴും അനേക അനുഭവങ്ങളിലൂടെ കടന്നുപോയി ഓരോ പ്രാവശ്യവും വിടുവിച്ചു. അതുകൊണ്ടാണല്ലോ ഇപ്പം ഈ ഗുഹ വന്നിരിക്കുന്നത് ദാവീദ് രാജാവ്. എത്രയോ തവണ കൊല്ലപ്പെടേണ്ടത്, എന്നല്ലൊക്കെ രക്ഷപ്പെട്ടു വന്നാണ്. ഇനി 4 മുതൽ 7 വരെയുള്ള ഭാഗത്തേക്ക് നമ്മൾ കടക്കുമ്പോൾ ഒരു വിടുവിക്കപ്പെട്ടവൻ്റെ സാക്ഷ്യം അവിടെ സാക്ഷ്യം പറയുവാണ്. താൻ എന്തിന് ദൈവത്തെ സ്തുതിക്കണം, സ്തുതിക്കുന്നതിൻ്റെ കാരണങ്ങൾ അവിടെ താഴോട്ട് സങ്കീർത്തനത്തിൽ അവിടെ പാടി വെക്കിയത്. നല്ല അത്ഭുതമായി വിടുവിച്ച് 2 രാജാക്കന്മാരിൽ വിടുവിച്ച് ആ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അതിൻ്റെ ഒരു സാക്ഷ്യം അവിടെ കുറേ ആൾക്കാരവിടെ, നിരാശരായ കുറേ ആൾക്കാരവിടെ വന്നിരിക്കുന്നത്. തൻ്റെ പുറകെ ഓടി വന്ന നിരാശരായ കുറേ ആൾക്കാരവിടെ ഇരിക്കുന്നത്. അവരെ പ്രചോദിപ്പിക്കാൻ, അതിനു വേണ്ടിയൊക്കെയാണ്. ഒരു വല്ലാത്തൊരു ദാവീദിൻ്റെ ജീവിതം നമ്മൾ നോക്കിയാൽ, ദാവീദ് രാജാവായിരുന്നു എന്നൊക്കെയാ ശരിയാണ്. പക്ഷെ വളരെ പ്രയാസത്തിലും പ്രശ്നത്തിലും സങ്കടത്തിലും ഒക്കെ പ്രതിസന്ധികളിലൂടെയൊക്കെയാണ് എല്ലാ കാലത്തും കടന്നുപോയത്. അങ്ങനെയൊക്കെയുള്ള സാഹചര്യം, ഓരോ സാഹചര്യത്തിലൂടെ കടന്നു പോയപ്പോഴും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ഓരോ പ്രാവശ്യം വിളിച്ചപേക്ഷിച്ചപ്പോഴും ദൈവം അവനെ വിടുവിച്ചു. ഓരോ പ്രാവശ്യം വിടുവിച്ച് പിന്നെയും പ്രതിസന്ധി വരുമ്പോഴും പിന്നെയും വിളിക്കും. 1-2 പ്രാവശ്യം പ്രതിസന്ധികൾ ഏർപ്പെട്ട് വീഴുമ്പോൾ പലരും നമ്മൾ ആ വിശ്വാസത്തിൽ നിന്ന് പുറമോട്ട് പോകും. എന്നാൽ അങ്ങനെയല്ല, അനവധിയായ ചെറിയ പ്രതിസന്ധിയൊന്നുമല്ല, ഓരോന്നും ജീവൻ നഷ്ടപ്പെടാമായിരുന്ന പ്രതിസന്ധികളോട് കടന്നു പോയപ്പോഴും വീണ്ടും വീണ്ടും ദൈവത്തെ വിളിച്ചു, കേണപേക്ഷിച്ചു, പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലം കിട്ടി. അവിടെ നിന്നെല്ലാം വിടുവിച്ച്, പല വിധത്തിൽ വിടുവിച്ച്, അത്ഭുതകരമായി വിടുവിച്ച് കൊണ്ടുവന്നു. അങ്ങനെയുള്ളൊരു
അതുകൊണ്ട് ദാവീദ് താഴോട്ട് വരുമ്പോൾ പറയുന്നത്, ഭയം എന്താണെന്ന് ദാവീദിന് നല്ലതായിട്ട് അറിയായിരുന്നു. അതിനെല്ലാം അനേകം കാരണങ്ങളുണ്ട്, എന്നാലും ദൈവം അത്ര അത്ഭുതകരമായി വിടുവിച്ചു. സങ്കീർത്തനക്കാരൻ്റെ ആ കഷ്ടപ്പാടുകൾ, ഇതൊക്കെ മറ്റുള്ളവർക്കൊരു പ്രചോദനമായിരിക്കണം. അവിടെ വന്നിരുന്നവരോട് ആ സാക്ഷ്യം പറഞ്ഞപ്പോൾ അവർക്ക് എന്തുമാത്രം പ്രചോദനമായിരുന്നായിരിക്കും. നമുക്കും ഈ സാക്ഷ്യം നമുക്കും പ്രചോദനം ഈ വേദപുസ്തകത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് പ്രചോദനമാകണം. അതുപോലെ തന്നെയാണ് ഈ സങ്കീർത്തനം, നമുക്കെല്ലാം പ്രചോദനമായിരിക്കണം. ഈ വേദവചനം നമ്മുടെ പ്രാർത്ഥന പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നില്ല, ഇല്ലേ എന്നൊക്കെ ചിന്തിക്കാറുണ്ട്, അല്ലേ? നമ്മൾ പല പ്രതിസന്ധികളിലും പ്രശ്നങ്ങളോടൊക്കെ കടന്നു പോകുമ്പോഴും പലപ്പോഴും നമുക്ക് ഒരു വിടുതൽ ലഭിക്കാതെ പോകുന്നതായിട്ട് നമുക്ക്, എന്താ ദൈവമേ എനിക്കിങ്ങനെ എന്നൊക്കെ പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, അല്ലേ? ദൈവത്തെ ചോദ്യം ചെയ്യുകയോ ദൈവത്തോട് പുറകുറുക്കുകയോ ഒക്കെ പലപ്പോഴും പലരും ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ ഒരു വിഷയമെടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ ഒരു തവണ 2 തവണ 3 തവണ അല്ല കുറച്ച് തവണ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ആ തീവ്രത കുറയും. നമ്മൾ പലപ്പോഴും അതവിടെ നിർത്തും. ഇനി നമുക്ക് വിടുതലില്ലായിരിക്കാം, ഇനി ദൈവത്തിന് ഇഷ്ടമുള്ളതായിക്കോട്ടെ എന്നൊക്കെ പലപ്പോഴും നമ്മൾ മറുതലിച്ച് പറഞ്ഞ് നിർത്താറുണ്ട്. അപ്പം അങ്ങനെയല്ല, നമ്മൾ സ്ഥിരോത്സാഹത്തോടു കൂടി നിരന്തരം പ്രാർത്ഥിക്കണം. നമുക്കതിന് മറുപടി ലഭിക്കും വരെ. മറുപടി ലഭിക്കും, നിശ്ചയമായിട്ടും ലഭിക്കും. ദൈവം ഒരിക്കലും മറുപടി തരാതിരിക്കത്തില്ല. പക്ഷെ ദൈവത്തിൻ്റെ സമയത്തെ നമുക്ക് ലഭിക്കും. നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ സമയത്തല്ല നമുക്ക് ദൈവത്തിൻ്റെ മറുപടി ലഭിക്കുക. നമുക്ക് വേണ്ട സമയത്ത് നമുക്ക് മറുപടി കിട്ടിയില്ല, നമ്മുടെ വിചാരം നമുക്കത് വിടുതൽ ലഭിച്ചില്ല എന്നുള്ളതാണ്. അങ്ങനെയല്ല, ദൈവത്തിൻ്റെ സമയത്ത്, തക്കതായ സമയത്ത് നമുക്കതിനുള്ള മറുപടി ലഭിക്കും. ഇനി വാക്യം 8 മുതൽ 10 വരെയുള്ള ഭാഗം നമുക്ക് വേറൊരു ഭാഗമായിട്ട്, അവിടെ തൻ്റെ സാക്ഷ്യം മറ്റുള്ളവരോട് പങ്കുവെക്കാൻ ആഹ്വാനം ചെയ്യുന്നതായിട്ട് നമുക്ക് അവിടെ കാണാം. ഒരു പ്രത്യാശ, ആ ഒരു ദൈവത്തിൻ്റെ സംരക്ഷണവും ദൈവത്തിൻ്റെ പ്രത്യാശയും അല്ലെങ്കിൽ കരുതലും ഒക്കെ അവർക്ക് ഉറപ്പ് നൽകുക. ഇവിടെ നിങ്ങൾ എന്നോട് കൂടി ചേർന്ന് ഇത് അനുഭവിക്കാൻ വേണ്ടി ആ ഉറപ്പ് കൊടുത്തുകൊണ്ടാണ് അവിടെ ഇതിനകത്ത് ഒരു വാക്യത്തിൽ പറയുന്ന ദൈവത്തെ രുചിച്ചു നോക്കാനാണ് ദാവീദ് അവരോട് ആഹ്വാനം ചെയ്യും. ഈ രുചിച്ചു നോക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ദൈവത്തെ മാറിയിരുന്ന് ആരാധിക്കാൻ നമുക്ക് സാധിക്കും, മാറിയിരുന്ന് വിളിക്കാൻ സാധിക്കും. എങ്ങനെ രുചിച്ചു നോക്കുക? രുചിച്ചു നോക്കാൻ ദൈവത്തിൻ്റെ അടുത്ത് വരണം. ദൈവസന്നിധിയിൽ എത്തിയാലേ ദൈവത്തെ തൊടാൻ പോലും പറ്റത്തുള്ളൂ. ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തിയാലേ നമുക്ക് ദൈവത്തെ രുചിച്ചു നോക്കാം. ദൈവസന്നിധിയിൽ വന്നെങ്കിലേ നമുക്ക് ദൈവത്തെ രുചിച്ചു നോക്കാൻ പറ്റൂ. രുചിച്ചു നോക്കിയാൽ നമുക്കറിയാം, ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് രുചിച്ചു നോക്കാനാണ് ദാവീദ് അവരോട് പറയുന്നത്. ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്നവർക്ക് ഒന്നിനും ഒരു കുറവുണ്ടാകില്ല എന്ന് ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട് 8 മുതൽ 10 വരെയുള്ള വാക്യത്തിൽ. ഇനി 11 മുതൽ 14 പോയാൽ ദൈവഭയത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന് അവരോട് ആഹ്വാനം ചെയ്യുന്നത് ഈ ഭാഗത്ത്. അതിനകത്ത് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, അനുസരണയോടെ നന്മ ചെയ്യുക, നീതി നടപ്പാക്കുക, ദോഷം വിട്ടകന്ന് നടക്കുക, സമാധാനം അന്വേഷിച്ച് അതിനെ പിന്തുടരുക, നാവ് കൊണ്ട് വ്യാജം പറയാതിരിക്കുക. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാണ് 11 മുതൽ 14 ഭാഗ്യത്തിൽ ദാവീദ് അവരെ എങ്ങനെ ദൈവഭയത്തിൽ ജീവിക്കാൻ സാധിക്കുമെന്ന് അവരോട് പറഞ്ഞു കൊടുക്കുന്നത്. നമ്മൾ പാരമ്പര്യ ക്രിസ്ത്യാനികൾ, എനിക്ക് കിട്ടുന്ന അവസരങ്ങളൊക്കെ പറയാറുണ്ട്, നമ്മൾ പാരമ്പര്യ ക്രിസ്ത്യാനികൾ വിശ്വാസ ജീവിതം ഒരു വളരെ നിസ്സാരമായിട്ട് കാണുന്നവരാ. അതായത് ഒരു ചടങ്ങ് പോലെ അല്ലെങ്കിൽ അങ്ങ് കൊണ്ട് നടക്കുന്നവരാ. നമ്മളിങ്ങനെ ഒരു ഷെഡ്യൂൾ അങ്ങനെ സെറ്റ് ചെയ്ത് ഇങ്ങനെ അങ്ങ് പോവാ. നമുക്ക് അതിനകത്തൊരു തീവ്രതയൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ കർത്താവിൽ നിന്ന് അകലുന്നതും, കർത്താവ് എന്താ പറയുന്നത്, ദൈവത്തെ വെറുക്കുന്നവർ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. നമ്മുടെ വിചാരം നമ്മളിങ്ങനെ ക്രിസ്ത്യാനികളായി ജനിച്ചു ജീവിച്ചു വളർന്ന് ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ യഥാർത്ഥ വിശ്വാസികളാണെന്നുള്ളൊരു ധാരണ നമ്മളിങ്ങനെ അങ്ങ് പോവാ. അങ്ങനെയുള്ളവർക്ക് മനസ്സിലാവില്ല. എന്നാൽ കർത്താവിനെ രുചിച്ചറിഞ്ഞവർ, തൊട്ടറിഞ്ഞവർക്ക് അവർക്ക് മനസ്സിലാവും. അതായത് ദൈവത്തിൻ്റെ കരുതലും സംരക്ഷണവും ആ ഒരു പ്രത്യാശ ഉണ്ടല്ലോ, അതൊക്കെ നല്ല ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ അങ്ങനെയുള്ളവർക്ക് തന്നെ സാധിക്കുക. അപ്പോൾ കർത്താവിനെ രുചിച്ചറിയാൻ എല്ലാവരും ശ്രമിക്കണം. ദൈവത്തിങ്കിലേക്ക് കൂടുതൽ ഒരുപടി കൂടുതൽ, ഓരോ ശുശ്രൂഷ കഴിയുമ്പോഴെങ്കിലും ഓരോ പടിയെങ്കിലും നമ്മൾ ദൈവത്തോട് അടുക്കണം. അടുത്തടുത്ത് ദൈവസന്നിധിയിൽ എത്തണം. നമ്മൾ ദൈവസന്നിധിയിൽ എത്തിയാലേ ദൈവത്തെ നമുക്ക് തൊട്ടറിയാനും രുചിച്ചറിയാനും സാധിക്കത്തുള്ളൂ. അതാണ്. 15 മുതൽ 15 16 നമുക്കൊരു ഭാഗമായിട്ട് നമുക്ക് കാണാം. അവിടെ ഈ ഭാഗത്ത് ദാവീദ് ഉപദേശം തുടർന്നുകൊണ്ടിരിക്കുകയാണ്, അവിടെ നിർത്തുന്നില്ല. ദൈവത്തിൻ്റെ മേൽനോട്ടത്തിൽ നമുക്ക് എങ്ങനെ ജീവിക്കാമെന്നാണ് ഇവിടെ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ദൈവത്തിൻ്റെ ശ്രദ്ധയിൽ, ദൈവത്തിൻ്റെ മേൽനോട്ട്, ദൈവത്തിൻ്റെ ദൃഷ്ടി നീതിമാന്മാരിലും ദൈവത്തിൻ്റെ മുഖം ദുഷ്പ്രവർത്തിക്കാർക്ക് എതിരെയുമായിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ ദൃഷ്ടി എപ്പോഴും നമ്മുടെ മേളിലുണ്ട്, അല്ലേ?
അതൊരിക്കലും മാറിപ്പോകത്തില്ല. നമ്മുടെ ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നതെങ്കിലും ദൈവത്തിൻ്റെ ദൃഷ്ടി നമ്മുടെ മേലുണ്ട്. ദൈവത്തിൻ്റെ മുഖം ദുഷ്പ്രവർത്തിക്കാർക്ക് എതിരെയുമായിരിക്കും. അതായത് നമ്മളെ ദുഷ്പ്രവർത്തിക്കാരിൽ നിന്നൊക്കെ വിടുവിക്കുന്ന ഒരു ദൈവമാണുള്ളത്. ആ ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആ ജീവനുള്ള ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. 17 മുതൽ 19 പറയുന്നത് വെച്ചാൽ ഒരു വലിയ വാഗ്ദത്തം, ഒരു വലിയ ഉറപ്പ് അവിടെ കൊടുക്കും. നമുക്കത് വായിച്ചാൽ തോന്നും ഈ ലോകത്ത് നമ്മളാരും കഷ്ടതകളിലും പ്രയാസങ്ങളും ദുഃഖങ്ങളിലൂടെ ഒന്നും കടന്നു പോകത്തില്ല. എല്ലാത്തിൽ നിന്നും ദൈവം നമ്മളെ വിടുവിക്കുമെന്നുള്ളൊരു തോന്നൽ നമുക്ക് വന്നേക്കാം, ഒരു ബ്ലാങ്കറ്റ് പ്രോമിസ് എന്നുള്ള രീതിയിൽ. എന്നാൽ അത് അങ്ങനെയല്ല. അത് ബാക്കി വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. ദൈവം എപ്പോഴും നമ്മുടെ കഷ്ടതയിൽ നമ്മളെ വിടുവിക്കുമെന്നും, പ്രതിസന്ധിയിൽ പ്രശ്നങ്ങളൊക്കെ കടക്കുമ്പോൾ നമ്മളെ അതിൽ നിന്നൊക്കെ വിടുവിക്കുമെന്നും, മരണത്തിൻ്റെ താഴ്വരയിൽ നിന്ന് പോലും നമ്മളെ വിടുവിക്കും, ആശ്വസിപ്പിക്കുമെന്നും ഒക്കെ നമുക്ക് തോന്നുന്നവർ അങ്ങനെ ഒരു ഉറപ്പാണ് അവിടെ കൊടുക്കുന്നത്. അത് വായിച്ച ആ ഭാഗം മാത്രം എടുത്തു വെച്ച് അത് മാറ്റിയെടുത്ത് വായിച്ചാൽ നമുക്ക് അങ്ങനെ തോന്നും. അതുകൊണ്ട് ദാവീദ് അങ്ങനെ പറയുമ്പോഴും നമ്മൾ 20 മുതൽ 22 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നമുക്കറിയാം അത് അങ്ങനെയല്ലത്. നമ്മളെ പ്രശ്നങ്ങളോടും പ്രയാസങ്ങളോടൊക്കെ കടന്നു പോകുമ്പോഴും പലപ്പോഴും നമ്മളെ അതിൽ നിന്ന് അന്നേരം വിടുവിക്കുന്നില്ല എങ്കിലും അതിനപ്പുറം നമ്മളെ വിടുവിക്കുന്ന ഒരു, വീണ്ടെടുക്കുന്ന ഒരു ദൈവം നമുക്കുണ്ടെന്നാണ് ബാക്കിയുള്ള ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നത്. 20-ാം വാക്യത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവിടെ പറഞ്ഞ് നമുക്കെല്ലാം അറിയാവുന്നതാണ്, ഒരു പ്രവചനം, മശീഹ പ്രവചനമാണ് അവിടെ നമ്മൾ കാണുന്നത്. അവൻ്റെ അസ്ഥികളെയെല്ലാം അവൻ സൂക്ഷിക്കുന്നു, അവയിൽ ഒന്നും ഒടിഞ്ഞു പോകുകയില്ല. കർത്താവിനെ കുറിച്ചാണ്, ക്രൂശ് മരണത്തെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. കർത്താവിൻ്റെ അസ്ഥികളൊന്നും ഒടിഞ്ഞു പോയില്ല. കർത്താവിനെ അത് എല്ലാം ദൈവം സൂക്ഷിക്കുന്നതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. സംഭവം ശരിയാണ്. യേശുവിൻ്റെ അസ്ഥികളൊന്നും ഒടിഞ്ഞില്ല. സുവിശേഷത്തിൽ വളരെ വ്യക്തമായിട്ട് അത് സുവിശേഷങ്ങളിലൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ നമ്മളൊന്നും ആലോചിച്ച് നോക്കുമ്പോഴേ കർത്താവിൻ്റെ അസ്ഥികൾ ഒടിഞ്ഞു പോയില്ല എങ്കിലും കർത്താവ് കടന്നുപോയ ആ ഒരു സാഹചര്യം, മരണത്തിലേക്ക് പോയ സാഹചര്യം എത്ര ഭയാനകവും ഭീതിജനകവുമായിരുന്നു നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. എന്തുമാത്രം പീഡകളാണ് അവിടെ ക്രൂശ് മരണം വരെയുള്ള ആ സമയത്ത് നടന്നത്. എന്തുമാത്രം വേദന കർത്താവ് അനുഭവിച്ചിട്ടുണ്ടാവും. ദൈവം സൂക്ഷിക്കുന്നു എന്ന് പറയുമ്പോഴും അതിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വന്നു കർത്താവിന്. അവിടെ ഒന്നും ദൈവം രക്ഷിച്ചില്ല. എന്നാൽ പക്ഷെ നമ്മൾ ഒരു കാര്യം ഓർക്കണം, ദൈവത്തിൻ്റെ വിടുതൽ എന്ന് പറയുന്നത് ശവക്കുഴിക്കും അപ്പുറമാണ്. മരിച്ചവരുടെ ഇടയിൽ നിന്ന് കർത്താവിനെ ഉയർപ്പിച്ചതാണ് ദൈവത്തിൻ്റെ വിടുതൽ എന്ന് പറയുന്നത്, ആ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. ഇതെല്ലാം നമുക്കെല്ലാം ബാധകമാണ്. പല പ്രതിസന്ധികളും പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും നമ്മളെ ദൈവം വിടുവിക്കത്തില്ലെന്നല്ല, നമ്മൾ വിടുവിക്കപ്പെട്ടതായിട്ട് നമുക്ക് തോന്നില്ല. ഈ വലിയ പ്രതിസന്ധികളോട് കടന്നു പോകുമ്പോഴും അതിനപ്പുറം പലതും നമ്മളെ വിടുവിച്ചിട്ടായിരിക്കും നമ്മൾ അതിലൂടെയൊക്കെ കടന്നു പോകുന്നത്. എങ്കിലും നമുക്കത് ബോധ്യമാവില്ല. നമ്മുടെ വിചാരം കർത്താവ് നമ്മളെ കൈവിട്ടു, ദൈവം ഉണ്ടോ എന്നൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിച്ചു പോകാം. അങ്ങനെയുള്ള സാഹചര്യത്തിലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ വിടുതൽ ഇവിടെയല്ല. ഇവിടെ സുഖപ്പെടുന്നതും രക്ഷിക്കപ്പെടുന്നതും സംരക്ഷിക്കപ്പെടുന്നതിനപ്പുറം മറുവശത്ത് മരണത്തിനപ്പുറം നമ്മളെല്ലാം ഈ ലോകത്ത് ജനിച്ചാൽ മരിച്ചിരിക്കും. കർത്താവിൻ്റെ വരവിന് താമസമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ലോകത്തൊരു മരണമുണ്ട്, ഇല്ലേ? ആരെങ്കിലും അല്ലെന്ന് വിശ്വസിക്കുന്നത്? എല്ലാവരും മരിക്കും. നമ്മളൊരു 9 വയസ്സുകാരി കുഞ്ഞിൻ്റെ മരണത്തെക്കുറിച്ച് കേട്ടു. അങ്ങനെ ഏത് പ്രായക്കാർ, ഒരു പ്രായവുമില്ല. ഹാർട്ട് അറ്റാക്ക് വന്ന് 9 വയസ്സുള്ള ഒരു കുഞ്ഞ് മരിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ ഒക്കുമോ? പ്രായമുള്ളവർക്ക് വരുന്ന ഒരു അസുഖമില്ലേ? അത് അങ്ങനൊന്നുമില്ല. ഏത് പ്രായത്തിൽ എപ്പോൾ വേണേലും എങ്ങനെ വേണേലും ആർക്കും പോവാം. അങ്ങനെയുള്ള ഒരു ലോക സാഹചര്യത്തിൽ നമ്മളായിരിക്കുമ്പോൾ ഈ മരണത്തിനപ്പുറം ആണ് നമുക്കൊരു നിർവ്വത്ത് നമ്മൾ സുഖപ്പെടുത്തുമെന്നും വീണ്ടെടുക്കുമെന്നും ഒക്കെയുള്ള ഒരു വിശ്വാസം. നമ്മൾ കടന്നു പോകുന്ന പ്രയാസങ്ങളാണ് ഉള്ള അനേക അവസരങ്ങൾ, അല്ലെങ്കിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ദുരിതങ്ങളും ദുരന്തങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴും പുനരുത്ഥാനത്തിൻ്റെ മറുവശത്ത്, അതായത് നിത്യയിൽ നമ്മുടെ യഥാർത്ഥ പ്രതീക്ഷകളും നമ്മുടെ പ്രത്യാശയും ഒക്കെ നമ്മൾ വെക്കേണ്ടത്. അല്ലാതെ നമ്മൾ ഈ ലോകത്ത് നമ്മൾ എല്ലാം വാരിക്കൂട്ടുക എന്നുള്ളതല്ല. ഇതിനപ്പുറം ഒരു ജീവിതമുണ്ടെന്നും ഈ മരണം ശാശ്വതമായൊരു മരണമല്ലെന്നും വെറും ഒരു ഉറക്കമാണെന്നും ഇതിനപ്പുറം ഒരു മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെന്നും അവിടെ ഒരു പുനരുത്ഥാനം ഉണ്ടെന്നും അവിടെ നമ്മൾ വീണ്ടെടുക്കപ്പെടുകയും രക്ഷിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും പൂർണ്ണമായിട്ടും ചെയ്യപ്പെടുകയും ചെയ്യുമെന്നുള്ള വിശ്വാസം വേണം നമ്മൾ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ. അങ്ങനെയുള്ള ഒരു വിശ്വാസ ജീവിതം നമ്മൾ നയിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ കർത്താവിനെ മാറി നിന്ന് ആരാധിക്കുന്നവരല്ല, കർത്താവിൻ്റെ സന്നിധിയിലെത്തി കർത്താവിനെ രുചിച്ചറിയുന്നവരായി മാറും. ഇതുതന്നെയാണ് ആത്യന്തികമായിട്ട് ദാവീദ് രാജാവ് ഈ തന്നെ കാത്തിരിക്കുന്ന, തന്നോട് കേൾക്കാനിരിക്കുന്ന നിസ്സഹായരായ ആൾക്കാരോടും ഇന്ന് ഓരോ കാലഘട്ടത്തിലായിരിക്കുന്ന നമ്മളോട് ഓരോരുത്തരും പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഈ സങ്കീർത്തന ധ്യാനം അവസാനിക്കും. ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ.
ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തന ധ്യാനമാണല്ലോ നാം കേട്ടത്. ആദ്യ ഭാഗങ്ങളിൽ ദാവീദ് ഒത്തിരി പ്രതിസന്ധിയിൽ കൂടിയൊക്കെ കടന്നുപോയി. നമ്മൾ സങ്കീർത്തനം പഠിക്കുമ്പോൾ രാജ്യത്ത് പറഞ്ഞതുപോലൊക്കെ ഇത്രമാത്രം പ്രതിസന്ധിയിൽ കൂടി കടന്നുപോയ ഒരു വ്യക്തി ദാവീദിനെ പോലെ ആരുമില്ല. എന്നാൽ അവിടെയൊക്കെ പ്രാർത്ഥിച്ചു, ദൈവം വിടുവിച്ചു. അവസാനം നമ്മൾ കേൾപ്പിച്ചത് ഈ വിടുതലൊക്കെ ഉണ്ട്, ചിലപ്പം വിടുതൽ കിട്ടത്തില്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ എന്തു തന്നെ ആയിരുന്നാലും ഒരു പ്രത്യാശയോടുകൂടിയുള്ളൊരു ജീവിതം, ഇതിനപ്പുറത്ത് കർത്താവിനോട് ചേർന്നുള്ള ഒരു ജീവിതമുണ്ട്. അതാണ് നമ്മുടെ പ്രത്യാശ. പ്രതിസന്ധികൾ വരും, എല്ലാം സംഭവിക്കും. വളരെ അർത്ഥവത്തായ ഒരു കാര്യം പറഞ്ഞ്, 9 വയസ്സ് പ്രായമുള്ള കുഞ്ഞ് ഹാർട്ട് അറ്റാക്ക് എങ്ങനെ സംഭവിക്കും? ഈ നാളുകളിൽ നമ്മൾ പല മരണങ്ങളും കേൾക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് നമ്മുടെ ജീവിതം എല്ലായ്പ്പോഴും ഒരു പ്രത്യാശയോടുകൂടിയുള്ള ഒരു ജീവിതം, ഈ കൂടിവരവിൽ കൂടിയും ദൈവവചനം ധ്യാനിക്കുന്നതിലും പഠിക്കുന്നതിൽ കൂടിയൊക്കെ ഒരു പ്രത്യാശയോടുകൂടിയുള്ള ജീവിതം നയിക്കുവാനായിട്ട് ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണല്ലോ. എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണം. നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ പ്രാർത്ഥിച്ചു, ദൈവം അത്ഭുതകരമായ വിടുതൽ തന്നു. ദൈവം അത്ഭുതകരമായ വിടുതൽ തന്നു. നമ്മുടെ കൺമുമ്പിൽ ആ വിടുതൽ നമ്മൾ കാണുന്നു, നമ്മൾ അനുഭവിച്ചവരാണ്. അതുകൊണ്ട് വീണ്ടും നമുക്ക് വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കാം. ദൈവം നമുക്ക് ഇപ്രകാരം ഒരു കൂട്ടായ്മ 39 വർഷത്തിന് മുമ്പ് ഒരു ഭവനത്തിൽ വെച്ച് ആരംഭിച്ചതായ ഒരു കൂട്ടായ്മ കഴിഞ്ഞ 39 വർഷം ദൈവം നമ്മെ നിലനിർത്തി. ആ ഭവനത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. അവർക്ക് ദൈവം കൊടുത്ത ഒരു ദർശനം അത് എത്ര മഹത്വകരമായിട്ടുള്ള ഒരു സംഗതിയാകുന്നു. ആ കുടുംബത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ കാലങ്ങളിൽ ഈ പ്രയർ ഗ്രൂപ്പിന് ആത്മീയ നേതൃത്വം തന്നവർ, നിത്യതയിലേക്ക് കടന്നുപോയവരെ, ഇന്ന് ജീവിച്ചിരിക്കുന്നവരെ, അവരെയൊക്കെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ പ്രാർത്ഥിച്ചു, ദൈവം അത്ഭുതകരമായ വിടുതൽ തന്നു. ഷീബ ഇന്ന് നമ്മോട് കൂടി ഉണ്ടല്ലോ. ഞാൻ പലപ്പോഴും ബോബിയെ വിളിക്കുമ്പോഴൊക്കെ പല പ്രയാസങ്ങളും പറയാറുണ്ട്. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രിയ ഷീബയ്ക്ക് അത്ഭുതകരമായ വിടുതൽ ദൈവം കൊടുത്തിട്ടുണ്ട്. സ്തോത്രം ചെയ്യാം. പ്രിയ സെൻ നമ്മോട് കൂടി ആയിരിക്കുന്നു. നന്ദി കരയേറ്റാം, സ്തോത്രം ചെയ്യാം. നമ്മുടെ സന്തോഷിൻ്റെ ബ്രദർ സജി, ഞാൻ നാട്ടിൽ പോയപ്പം ആ സജിയെ കാണുകയുണ്ടായി. ഒരു കാല് ആംബ്യൂട്ട് ചെയ്ത്, എന്നാൽ അതിനൊരു ഒരു ആർട്ടിഫിഷ്യൽ ലെഗ് ലഭിക്കാനുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു, കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. എന്നാലും ആ മകൻ്റെ ആ മുഖത്തെ പ്രസാദം, ആ പ്രസരിപ്പ്, ആ പ്രത്യാശ എത്ര വലുതാണെന്നറിയാമോ? അങ്ങനെ ഒരു സംഭവം ആ ജീവിതത്തിൽ ഉണ്ടായെന്ന് പോലും ഒരു തോന്നലോ ഒരു പറച്ചിലോ ഒന്നുമില്ലാതെ നമുക്ക് സജിക്ക് ലഭിച്ച ആ സൗഖ്യത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ പ്രേയറിൽ വന്നുകൊണ്ടിരുന്ന ഓർലാൻഡ്സിലെ സജി വർഗീസ് നാട്ടിൽ വെച്ച് ഒരു ചെറിയ സ്കൂട്ടർ ആക്സിഡൻ്റ് ഉണ്ടായി. ഇച്ചിരി പ്രയാസമായിരുന്നു. ഇപ്പം ദുബൈയിലുണ്ട്. അദ്ദേഹത്തിന് ഒത്തിരി വിടുതൽ ലഭിച്ചു. ഇപ്പോൾ നടന്ന് ബാത്റൂമിലൊക്കെ പോകാൻ സാധിക്കുന്നു. ദൈവം കൊടുത്ത അത്ഭുതകരമായ വിടുതലിനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്ന് ഞാൻ പോരുന്നതിന് മുമ്പ് ടൈറ്റസ് ഒരു മെസ്സേജ് ഇട്ടതാണ്. ഒരു അശ്വിൻ ആലപ്പുഴയുള്ള ഒരു മകന് 12 വയസ്സ് പ്രായമുള്ള അമ്മയപ്പനും മുക്കവന്മാരാണ്. മനഞ്ചറ്റിസായിട്ട് ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ കഴിയുകയാണ്. ഇച്ചിരി പ്രയാസമേറിയ സാഹചര്യത്തിലാണ്. ആ ബിലീവേഴ്സിലെ ബില്ലൊക്കെ തീർക്കാനായിട്ടുള്ള സാഹചര്യങ്ങളില്ല. അവരെ ഇങ്ങനെ പലരോടും അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തു തന്നെയായിരുന്നാലും കർത്താവേ, ആ മകന് വിടുതൽ കൊടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. 12 വയസ്സ് പ്രായമുള്ള അശ്വിന് നമ്മോട് പ്രത്യേകം പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിച്ചിരിക്കുകയാകുന്നു. നമ്മൾ പ്രത്യേകം ആ മകന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം അത്ഭുതകരമായി വിടുവിക്കും തീർച്ചയായിട്ടും. നമ്മൾ പറഞ്ഞതുപോലെ 9 വയസ്സ് പ്രായമുള്ള ഹെമ ഇന്നലെ ഈ ലോകത്തെ ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെട്ടു. ദൈവസന്നിധിയിൽ പൈതലായിരിക്കുന്നു. നമുക്കൊക്കെ അറിയാവുന്ന ഫാമിലി, നമ്മുടെ പള്ളിയിലുണ്ടായിരുന്ന ഓർഗൻ വായിച്ചുകൊണ്ടിരുന്ന അച്ചൻകുഞ്ഞിൻ്റെ മകൾ അനീഷയുടെ മകളാകുന്നു. അനീഷ വിജയൻ വളരെ നാളുകൾക്ക് ശേഷം അവർക്ക് കിട്ടിയ ഒരു പൈതലാണ്. എത്രമാത്രം വേദനയിൽ കൂടിയാണ് കുടുംബം കടന്നു പോകുന്നത്. പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ,
അങ്ങയോട് ഞങ്ങൾക്ക് ചോദിക്കാൻ ഒന്നുമില്ല. നിങ്ങളോട് ചോദിച്ചാൽ ആ കാൽവറി ക്രൂശിലേക്ക് നോക്കുക എന്നുള്ള ഉത്തരം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. അവിടുന്ന് ആ കുടുംബത്തിന് ആവശ്യമായ സമാധാനം കൊടുക്കണമേ. അവിടുന്ന് ആശ്വസിപ്പിക്കണമേ കർത്താവേ. അവരുടെ അവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒക്കുന്നില്ല. അതിനൊക്കെ അപ്പുറമാണ് കർത്താവേ. എങ്കിലും അവിടുന്ന് സമാധാനത്തിൻ്റെ പ്രഭു ആകുന്നല്ലോ. സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം അവിടുന്ന് പകർന്നു കൊടുക്കുന്ന ദൈവമാകുന്നുണ്ട്. സ്തോത്രം. അനുഷയ്ക്കും വിജയ്ക്കും അവരുടെ മാതാപിതാക്കൾക്ക് പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ദൈവമേ ആവശ്യമായ സമാധാനം നൽകി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധിയിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് ആ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ രഞ്ജി സഹോദരന് സർജറിയൊക്കെ കഴിഞ്ഞ് ഭവനത്തിലായിരിക്കുന്നു. വളരെ ആശ്വാസമുണ്ട്. എല്ലാ കാര്യങ്ങളും നോർമലായിട്ട് തന്നെ നടക്കുന്നു. ഇനി ഒക്ടോബറിൽ ഒരു ചെക്കപ്പിന് പോയാൽ മാത്രം മതി. റോഷന് വെല്ലൂർ തന്നെയാകുന്നു. നാട്ടിൽ വരണമെന്ന് ആഗ്രഹമുണ്ടെന്ന ഡോക്ടേഴ്സ് പറയുന്നത് യാത്ര ചെയ്യണ്ട. പക്ഷെ എന്നാലും ഒത്തിരി ആശ്വാസവും വിടുതലും റോഷന് ലഭിച്ചിട്ടുണ്ട്. MS കുര്യനെ ഓർത്ത് പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിന് നടക്കുവാനുള്ള പ്രയാസമുണ്ട്. നാട്ടിൽ ഒരു ട്രീറ്റ്മെൻറ്റിന് പോകണമെന്നൊക്കെ ആഗ്രഹിക്കുന്നു. ദൈവസന്നിധിയിൽ ഏൽപ്പിക്കാം. ദൈവം നല്ല ആലോചനയെ പറഞ്ഞു കൊടുക്കട്ടെ. പൂർണ്ണ ആശ്വാസത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. പ്രിയ ബേക്കുട്ടി കഴിഞ്ഞ ദിവസം ചെക്കപ്പിനൊക്കെ പോയി. ഒത്തിരി വിടുതലുണ്ട്. പ്ലേറ്റ്ലെറ്റ്സിൻ്റെ കൗണ്ടൊക്കെ നല്ല രീതിയിലായിരിക്കുന്നു. ബേക്കുട്ടി പ്രാർത്ഥിച്ച എല്ലാവരോടും കഴിഞ്ഞ ദിവസവും സൂമിൽ പറഞ്ഞല്ലോ, നമ്മൾ വളരെ ആവശ്യഭാരത്തെ നിലവിളിച്ച് നമ്മൾ പ്രാർത്ഥിച്ചു. ദൈവം അത്ഭുതകരമായ വിടുതൽ കൊടുത്തു. പൊന്നമ്മയ്ക്കും ദൈവം കൊടുത്തിരിക്കുന്ന വിടുതലിനായിട്ടും ആശ്വാസത്തിനായിട്ടും നന്ദിയോടെ സ്തോത്രം ചെയ്യാം. നമ്മുടെ അമേരിക്കയിലായിരിക്കുന്ന സജിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. സജിയുടെ കൈകൾക്ക് കൂടുതൽ ബലം പ്രാപിച്ച് ആ വോക്കറൊക്കെ റിലീസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സജിയെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഞങ്ങളുടെ സജിക്ക് ആ കലങ്ങൾക്ക് ബലം കൊടുക്കണമേ. ആ മകനെ വോക്കറില്ലാതെ നടക്കുവാൻ അവിടുന്ന് ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ജോഹാൻ മോന് വേണ്ടി പ്രാർത്ഥിക്കാം. വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന മകന് കൂടുതൽ ബലവും ശക്തിയും ലഭിക്കത്തക്കവണ്ണം ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയപ്പെട്ട ഏകാന്ത ജീവിതത്തിൽ കഴിയുന്നവരൊക്കെ ഉണ്ടല്ലോ, അവർക്ക് ദൈവിക സമാധാനം, ദൈവ സാന്നിധ്യം, ദൈവം കൊടുക്കുന്ന ആശ്വാസം അതെല്ലായ്പ്പോഴും പ്രാപിച്ച് മുന്നോട്ട് ജീവിക്കാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഓമന ഫിലിപ്പിനെ ഓർക്കാം. സൂസനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ലിസിയാമ്മയെ ഓർത്ത് പ്രാർത്ഥിക്കാം. ശാന്തമ്മയെ ഓർത്ത് പ്രാർത്ഥിക്കാം. പാപ്പച്ചനെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ നമ്മുടെ അറിവിലെ അനേകരുണ്ടല്ലോ ഒറ്റപ്പെട്ട ജീവിതവുമായി കഴിയുന്നവരെ, അവരെയൊക്കെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൂരസ്ഥലങ്ങളിൽ പഠിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാം. അവരൊക്കെ ആയിരിക്കുന്ന സ്ഥാനത്ത് കർത്താവെ അവിടുത്തെ കൃപയും സാന്നിധ്യവും കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. വയനാട് ഓൾഡ് ഏജ് ഹോമിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. അവിടെ ശുശ്രൂഷ ചെയ്യുന്ന ഇവാഞ്ചലിസ്റ്റ് കൃഷ്ണനെ കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കാം. വയനാടിൻ്റെ പ്രദേശത്ത് ദുരിതങ്ങളൊക്കെ ഉണ്ടായെങ്കിലും അവർക്ക് ആർക്കും ഒരു പ്രയാസമില്ലാതെ ദൈവം കാത്തു സൂക്ഷിച്ചു. 9 സഹോദരിമാരവിടെ ഉണ്ടല്ലോ. അവരുടെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം, അവരിൽ കൂടി അനേകർ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം അറിയുവാനും അതിലേക്ക് കടന്നു വരുവാനും ഇടയാക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മിഷൻസിൻ്റെ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രിയ ജോർജ് ചെറിയാനും സുമൻ ചെറിയാനും ഇപ്പോൾ അമേരിക്കയുടെ പ്രദേശങ്ങളിലായിരിക്കുന്നല്ലോ. ഈ സെപ്റ്റംബർ മാസം അവരവിടെ ഉണ്ടായിരിക്കും. അവിടെ അനേക ശുശ്രൂഷകൾക്ക് അവർക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ട്. എല്ലാ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയായി തീരുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മിഷൻസ് ഇന്ത്യയുടെ 17 സംസ്ഥാനങ്ങളിലായിട്ട് 560-ൽ പരം സുവിശേഷകരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. മിഷൻസ് ഇന്ത്യ ചെറിയ പ്രതിസന്ധിയിൽ കൂടിയൊക്കെ കടന്നു പോകുന്നുണ്ട്. സാമ്പത്തികമായിട്ടുള്ള ചെറിയ പ്രതിസന്ധികളൊക്കെ നേരിട്ടിരിക്കുന്നു. ദൈവം വിശ്വസ്തനാണ്. 34 വർഷക്കാലം അതിനെ ദൈവം കരങ്ങളിൽ വഹിച്ചല്ലോ. ആ ദൈവം തുടർന്നും അവരെ നടത്തും. സുവിശേഷകർക്ക് വേലസ്ഥലങ്ങളിലൊന്നും പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഇല്ലാതെ ആ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കുന്നതിന് ദൈവം സഹായിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഒക്ടോബർ 12, 13 തീയതികളിൽ നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്ന കൺവെൻഷനെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, കോവിഡിന് ശേഷം ഓൺലൈനിലായിരുന്നു നമ്മുടെ കൺവെൻഷൻ എല്ലാം നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ നമ്മൾ പ്രാർത്ഥിച്ചു, ഈ വർഷം പ്രിയ ജോർജ് ചെറിയാൻ മടങ്ങി വരുമ്പോൾ 2 ദിവസം നമ്മുടെ കൺവെൻഷന്
നടത്തുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കുക, ദാസന്റെ യാത്രയ്ക്ക് വേണ്ടിയും നമ്മുടെ കൺവെൻഷൻ അനുഗ്രഹമായി തീരുന്നതിന് വേണ്ടി അനേകർ വന്ന് സംബന്ധിക്കത്തക്കവണ്ണം ദൈവം വഴിയൊരുക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജെയിംസ്, നമ്മുടെ ഗായക സംഘത്തിലുള്ള ജെയിംസ് വിസയുടെ കാര്യത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. ആ പ്രശ്നങ്ങളൊന്നും കൂടാതെ കർത്താവേ, ഞങ്ങൾക്ക് ആ മകനെ അങ്ങേ ആരാധിക്കുന്നതിന് വേണ്ടി, അങ്ങേ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി ആവശ്യമാണ് കർത്താവേ. ദൈവമേ, പ്രവർത്തിക്കണമേ, വഴികളെ തുറന്നു കൊടുക്കണമേ, ഞങ്ങളുടെ ജെയിംസിനെ മടക്കി വരുത്തണമേ കർത്താവേ. ദൈവമേ, ആ വിസയുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയ തോമസ് കുട്ടി മോളമ്മേ നാട്ടിലായിരിക്കുന്നല്ലോ. തോമസ് കുട്ടി നാട്ടിൽ ചെന്ന് കഴിഞ്ഞ് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ശുശ്രൂഷയൊക്കെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുക. ഇടവകയിൽ നല്ല നേതൃത്വം കൊടുക്കുന്നു. പ്രയർ ഗ്രൂപ്പിലൊക്കെ ദൈവവചനം ശുശ്രൂഷിക്കുന്നു. എന്നാൽ സന്നദ്ധ സുവിശേഷ സംഘത്തിൻ്റെ മാനേജിംഗ് കമ്മിറ്റിയിലേക്ക് അദ്ദേഹത്തിന് ശുശ്രൂഷ ചെയ്യണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. സന്നദ്ധ സുവിശേഷ സംഘം മർത്തോമാ സഭയുടെ സുവിശേഷ സംഘമാണല്ലോ. അതിൽ കൂടി ഒരു ശുശ്രൂഷ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി തോമസ് കുട്ടി ആഗ്രഹിക്കുന്നു. സമർപ്പണത്തോടുകൂടി ആ ശുശ്രൂഷയിലായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സെപ്റ്റംബർ 21 അതിൻ്റെ ഒരു തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ നാട്ടിലെ ആത്മീയ ഗോളത്തിലായാലും എവിടെയായിരുന്നാലും ഒത്തിരി പ്രതിസന്ധികളുണ്ട്. എന്നാൽ ആ തിരഞ്ഞെടുപ്പ് അനുഗ്രഹപ്രദമായി നടക്കുവാനും ദൈവഹിതമെങ്കിൽ നമ്മുടെ തോമസ് കുട്ടിക്ക് നല്ലൊരു ശുശ്രൂഷ ആ സന്നദ്ധ സുവിശേഷ സംഘത്തിൽ നിർവഹിക്കത്തക്കവണ്ണം ദൈവം വഴികളെ ഒരുക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ വന്നു പാർക്കുന്ന ഈ രാജ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമുക്ക് ഇവിടെ ലഭിക്കുന്ന അനുകൂല സാഹചര്യങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യാം. എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. കർത്താവേ, ഒന്നുകൊണ്ടും ഞങ്ങൾ അഹങ്കരിക്കുവാൻ നിഗളിക്കുവാനോ ഇടയാകരുതേ. എല്ലാം അവിടുന്ന് തരുന്നതാണ്. ഞങ്ങൾ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ദൈവകൃപയാലൊന്ന് മാത്രമാണ്. ഭരണാധികാരികൾക്ക് നല്ല ബുദ്ധിയും നല്ല പരിജ്ഞാനവും നൽകി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ മാതൃരാജ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഒരു മതേതരത്വ രാജ്യമായി നിലനിൽക്കത്തക്കവണ്ണം എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന, എല്ലാ മതങ്ങളെയും അനുകൂലിക്കുന്നതായ ഒരു ഭരണം അവിടെ നിലനിൽക്കത്തക്കവണ്ണം പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഒത്തിരി പ്രതിസന്ധികൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു മദ്യം, മയക്കുമരുന്ന്, അതിൻ്റെ ലഭ്യമാകുന്നത് കൂടുതൽ വർദ്ധിപ്പിക്കണം എന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടി മന്ത്രിസഭ ഒക്കെ കൂടുന്ന ദിവസങ്ങൾ, താൽക്കാലികമായിട്ടുള്ള ലാഭമൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് യുവജനങ്ങളെ നശിപ്പിക്കുന്ന ഒരു സംഗതിയാണല്ലോ. നമ്മൾ പ്രാർത്ഥിക്കണം, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളുടെ ദേശത്തോട് കരുണ കാണിക്കണമേ, ഞങ്ങളുടെ ദേശത്തെ ഒന്ന് ദർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് വയനാട്ടിലെ ആ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് അവർക്ക് ആവശ്യമായിട്ടുള്ള ഭവനങ്ങളൊക്കെയും ക്രമീകരിക്കുന്നതിന് വേണ്ടിയൊക്കെ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എന്നാൽ ഇതുവരെയും ഒന്നും നടന്നിട്ടില്ല. ആ കാര്യങ്ങളൊക്കെ വിശ്വസ്തയോടുകൂടി കൈകാര്യം ചെയ്യത്തക്കവണ്ണം ഒരു തടസ്സവും കൂടാതെ കർത്താവേ, സ്വന്തം ഭവനം അവർക്കുണ്ടായിരുന്ന എല്ലാം നഷ്ടപ്പെട്ട് 400-ൽ പരം ആളുകൾ ഇപ്പോൾ അതിനു വേണ്ടി നോക്കിയിരിക്കുകയാണ്. അവരുടെ കാര്യത്തിൽ വിശ്വസ്തയോടുകൂടി കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. നമ്മുടെ പ്രാർത്ഥന എല്ലാം വളരെ ആവശ്യമാണ്. പ്രാർത്ഥനയിൽ കൂടി മാത്രമേ നമുക്ക് കാര്യങ്ങളെ ദൈവം നൽകി തരത്തുള്ളൂ. നമ്മൾ പ്രാർത്ഥിക്കുക. രാജ്യത്ത് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ സമയത്ത് ദൈവഹിതപ്രകാരം ദൈവം പ്രവർത്തിക്കും. പക്ഷെ പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. എല്ലാ വിഷയം ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ കടന്നു വന്ന് ദൈവവചനം ശുശ്രൂഷിച്ച ഡോക്ടർ ഹന്ന പ്രിയമകളെ നാട്ടിലേക്ക് മടങ്ങിപ്പോയി. പ്രിയമകൾക്ക് MDSൻ്റെ സെലക്ഷൻ കിട്ടി. എന്നാൽ ഒരു തക്കതായിട്ടുള്ള പ്ലേസ്മെൻറ്റിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. ആ മകൾക്ക് നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ കർത്താവെ MDS പഠിക്കാനായിട്ടുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണമേ എന്ന് നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. നമ്മൾ കടന്നു വന്നിരിക്കുന്ന യൂത്ത് ഹോസ്റ്റല് നമുക്ക് സൗകര്യപ്രദമായി കൂടി വരുവാനുള്ള എല്ലാ സൗകര്യങ്ങളും അവർ ഒരുക്കി തരുന്നു. ഇതിൻ്റെ മേലുദ്യോഗസ്ഥരെ, ഇതിൻ്റെ ചുമതലക്കാരെ ഒക്കെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ ഗാന ശുശ്രൂഷ നിർവഹിക്കുന്ന പ്രിയപ്പെട്ടവരെ,
തിരക്കേറിയ ജീവിത സാഹചര്യങ്ങളിലും കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുവാനുള്ള സമയം കണ്ടെത്തുന്നു. ദൈവം ആർക്കും കടക്കാരനല്ല. ടെക്നോളജി കൈകാര്യം ചെയ്യുന്ന കുഞ്ഞുങ്ങളെ, സജി, എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യാം. എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യാം. കർത്താവെ തന്ന ഈ നല്ല കൂട്ടായ്മയ്ക്കായിട്ട് സ്തോത്രം. ഇന്ന് നമ്മുടെ മധ്യത്തിൽ ദൈവവചനവുമായി കടന്നു വന്നിരിക്കുന്ന മിസ്റ്റർ ഷെറിൻ വിനോദിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമുക്ക് ആവശ്യമായ വചനം പ്രിയ മകളിൽ കൂടി ലഭിക്കത്തക്കവണ്ണം ദൈവാത്മാവ് പ്രിയ മകളോട് ഇടപെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ആഴ്ചകളിൽ തങ്ങളുടെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. 8-ാം തീയതി തൊട്ട് 14-ാം തീയതി വരെയുള്ളവരെ നിങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമേ. ആയുസ്സിലെ ദൈവം ഒരു വർഷം കൂടെ നീട്ടിക്കൊടുത്തിരിക്കുന്നതാണ്. എത്ര അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. 9-ാം തീയതി ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഷാരോൺ കെ അലക്സ്, ഡോട്ടർ ഓഫ് സജി ഷാരോൺ 9-ാം തീയതി. 10-ാം തീയതി ബർത്ത്ഡേ ആഘോഷിക്കുന്ന സുജ മാത്യു, വൈഫ് ഓഫ് എബ്രഹാം. 11-ാം തീയതി ബർത്ത്ഡേ ആഘോഷിക്കുന്ന ജെയിനി, വൈഫ് ഓഫ് കോശി. 12-ാം തീയതി ബർത്ത്ഡേ ആഘോഷിക്കുന്ന രൂത്ത് മാത്യു, ഡോട്ടർ ഓഫ് രാജൻ. 13-ാം തീയതി ബർത്ത്ഡേ ആഘോഷിക്കുന്ന വിജി വിനോദ്, വൈഫ് ഓഫ് വിനോദ്. ഈ 5 പേരെ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കുടുംബജീവിതത്തിലെ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന 10-ാം തീയതി വർഗീസ് എബ്രഹാം, നമ്മുടെ ജോൺസൺ ആൻഡ് ആനി കുടുംബജീവിതത്തിൽ പുതിയ വർഷത്തിലേക്ക് 10-ാം തീയതി പ്രവേശിക്കുന്നു. 14-ാം തീയതി ഷാബു തോമസ് ആൻഡ് മിനി കുടുംബജീവിതത്തിൽ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഈ പേര് പറഞ്ഞ പ്രിയപ്പെട്ടവരെ, ഇവരിൽ പേര് പറയാത്ത ആരെങ്കിലും ഞങ്ങളുടെ മധ്യ ഉണ്ടെങ്കിൽ അവരെയും തിരുക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ ഉദരത്തിൽ ഉരുവായ സമയം മുതൽ ഈ നിമിഷം വരെയും അവിടുത്തെ ദൃഷ്ടി അവരുടെ മേലുണ്ടായിരുന്നല്ലോ. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പ്രയാസമേറിയ സാഹചര്യങ്ങളിൽ കൂടി കടന്നുപോയി ദൈവം കാത്തു സൂക്ഷിച്ചു. പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഭാഗ്യം കൊടുത്തതിനായിട്ട് സ്തോത്രം. കുടുംബജീവിതത്തിൽ പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ജോൺസനെയും ഷാബുവിനെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നയിക്കാൻ ഇടയാക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങൾ അവിടുത്തെ സന്നദ്ധിയിലായിരിക്കുന്നു. തുടർന്നുള്ള സമയം അങ്ങേ ആരാധിക്കുവാനും ദൈവവചനം ശ്രവിച്ച് അനുഗ്രഹം പ്രാപിക്കാൻ ഇടയാക്കണമെന്ന് യേശു തമ്പുരാന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. പ്രൈസ് ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഹല്ലേലൂയ കൂടി വരുവാനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഇന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനം നാം കേട്ടു. 34-ാം സങ്കീർത്തനം ദാവീദിന്റെ സങ്കീർത്തനം. എന്നാൽ ഇത് എഴുതുന്ന പശ്ചാത്തലം ഹല്ലേലൂയ തന്റെ ആളത്വം പോലും മറച്ചു വെക്കപ്പെട്ട് ഹല്ലേലൂയ ഒരു ബുദ്ധി ഭ്രാന്തനായി അഭിനയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തപ്പെട്ട ഒരു മഹാരാജാവ്, താൻ സ്നേഹിച്ച ദൈവത്തെ മുറുകെ പിടിച്ച ഒരു ദൈവപൈതൽ, ആ ഭാരത്തിന്റെ നടുവിലും പ്രയാസത്തിന്റെ നടുവിലും അതിൽ നിന്ന് വിടുതൽ ലഭിച്ചപ്പോൾ അവൻ പറയുകയാണ്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിൽ മേലിരിക്കും. അതെ, ഹല്ലേലൂയ. അതിന്റെ 10-ാമത്തെ വാക്യം ഇങ്ങനെയാ പറയുന്നത്, ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. ഒരു നന്മയ്ക്കും കുറവില്ലാത്ത ഒരു ദൈവത്തിന്റെ പാദപീഠം നാം ഒരുമിച്ച് വന്നിരിക്കുകയാണ്. ഈ ഹാളിലും സൂമിലുമായി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, എന്നാൽ ഹല്ലേലൂയ യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല എന്ന് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നാം ആയിരിക്കുന്നിടത്ത് എഴുന്നേറ്റ് നിന്നാട്ട്. ഹല്ലേലൂയ. നമ്മളൊരു ചില ഗാനങ്ങൾ പാടി എന്റെ കർത്താവിനെ ആരാധിക്കാൻ പോവുകയാണ്. ഓ ദാവീദ് രാജാവ്, ഹല്ലേലൂയ, അവൻ ഉറക്കെ പറയുകയാണ്, ഹല്ലേലൂയ, എല്ലാ കാലത്തും ഞാൻ യഹോവയെ വാഴ്ത്തും. ഹല്ലേലൂയ. ആ ദൈവത്തെ വാഴ്ത്തുവാൻ നിന്റെ ഹൃദയം കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നു. പാട്ടുകാരൻ ഇങ്ങനെയാ പറയുന്നത്, യഹോവ ഇരേ ദാതാവാം ദൈവം. അതെ, ഹല്ലേലൂയ, കരുതുന്നവനായ ഒരു ദൈവം, നിന്റെ ആവശ്യത്തിന്റെ മേൽ, നിന്റെ ഭാരത്തിന്റെ മേൽ നിന്നെ കാണുന്ന ഒരു ദൈവം. നിനക്ക് വേണ്ടി എന്ത് ആഗ്രഹം ആണ് ഉള്ളതെങ്കിലും, നിനക്ക് വേണ്ടി എന്ത് ആവശ്യമാണെങ്കിലും യഹോവ ഇതേ. ഹല്ലേലൂയ. ഓ മോറിയ മലയുടെ മലമുകളിൽ ഹല്ലേലൂയ തന്റെ സ്വന്തം പൈതലിനെ ബലിക്കായി, ഹല്ലേലൂയ, ഓ ബലിക്കായി ഒരുങ്ങിയ ദൈവദാസനോട് അരുളി ചെയ്ത ദൈവം, അവൻ കരുതുന്ന ഒരു ദൈവം. യഹോവ ഇതേ, ഓ ദാതാവാം ദൈവം, യേശുവേ നീ മാത്രം മതി. ഈ ദൈവത്തിന്റെ
നിന്റെ കൃപ ലഭിച്ച ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ. നിനക്ക് പറയാമോ, നീ മാത്രം മതി. ഹല്ലേലൂയ. എന്റെ ഭാരങ്ങളുടെ നടുവില്, എന്റെ രോഗത്തിന്റെ നടുവില്, എന്റെ ദുഃഖത്തിന്റെ സാമ്പത്തിക പ്രശ്നങ്ങളുടെ നടുവില് ഇറങ്ങി വന്ന് നിനക്ക് എനിക്ക് വേണ്ടി കരുതിയ ഒരു ദൈവം യഹോവയിലേ. ഓ യഹോവയിലേ, ഞാനാകുന്ന ദൈവം ഞാനാകുന്നു പറഞ്ഞ എന്റെ യഹോവയാം ദൈവം, ഹല്ലേലൂയ. ആ യഹോവയുടെ പാദമെടുത്തെങ്കിൽ പറയുമോ, യഹോവയെ നീ മാത്രം മതി. അതെ, നീ മാത്രം മതി. ഹല്ലേലൂയ. നിന്റെ അടിപ്പടരാൻ എനിക്ക് സൗഖ്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഹൃദയത്തിൽ കരം വെച്ചുകൊണ്ട് പാടുമോ, യഹോവയിലെ ദാതാവാൻ ദൈവം നീ മാത്രം മതി എനിക്ക്. യഹോവയീരേ, ദാതാവാം ദൈവം നീ മാത്രം മതി എനിക്ക്. യഹോവ റാഫ, സൗഖ്യദായകൻ, തന്നടിപ്പിടരാൽ സൗഖ്യം. യഹോവ ശമ്മ, കൂടെയിരിക്കും, നൽകുമെൻ ആവശ്യങ്ങൾ. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. യേശുവേ, നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. യേശുവേ, നീ മാത്രം മതി. പ്രശ്നങ്ങളുടെ നടുവില് നീ മാത്രം കൂടെയുണ്ടെങ്കിൽ, ഓ എന്റെ വശമായി കുരുങ്ങിക്കിടക്കുന്ന ആടിനെ കാട്ടിലുള്ള കർത്താവിന്റെ കൃപ, അതെ യഹോവയിരേ, യഹോവ കരുതിക്കൊള്ളുന്നവനായ ഒരു ദൈവകൃപ, അത് ദിനം പ്രതി അനുഭവിക്കുവാൻ യേശുവേ നീ മാത്രം, നീ മാത്രം മതി. എന്റെ ജീവിതത്തിന്റെ യാത്രയിൽ ഞാൻ തെറ്റിപ്പോയിട്ടുണ്ടപ്പാ, ഈ പകൽക്കാലം ഒരിക്കൽ കൂടി എന്നെ സമർപ്പിക്കുകയാണ്. നീ മാത്രം മതി, നീ മാത്രം മതി. യഹോവ എലോഹിം, സൃഷ്ടാവാകുന്ന ദൈവം, നിന്റെ വചനത്താൽ സർവ്വതും ഉളവായി. അതെ, നീ മാത്രം മതി, നീ മാത്രം മതി. യഹോവ എലോഹിം, സൃഷ്ടാവാം ദൈവം, നിൻ വചനത്താൽ ഉളവായെല്ലാം. യഹോവയോ അത്യുന്നതൻ നീ, നിന്നെ പോലെ മറ്റാരുമില്ല. യഹോവ ശാലോം, എൻ സമാധാനം നൽകി നിൻ ശാന്തി എന്നിൽ. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. നീ മാത്രം മതി, ദൈവമേ, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. ഹല്ലേലൂയ. യേശു മാത്രം മതി. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. യേശുവേ, നീ മാത്രം മതി. എന്റെ ജീവിതത്തിന്റെ ഭാരങ്ങളുടെ നടുവിലെ, എന്റെ വേദനകളുടെ നടുവിലെ നീ മാത്രം മതി അപ്പാ. ഞാൻ രോഗിയായിരുന്നു, ഹല്ലേലൂയ, നീ എനിക്ക് സൗഖ്യം തന്നു. ഞാൻ പ്രശ്നങ്ങളുടെ നടുവിലായിരുന്നു, നീ എനിക്ക് വഴി കാട്ടി, ഹല്ലേലൂയ. നീ മാത്രം മതി അപ്പാ. നമുക്ക് ഒരുമിച്ച് ഒരു ഗാനം കൂടി കരങ്ങളടിച്ച് പാടാം. കർത്താവിൻ സ്നേഹത്തിൽ എന്നും ഞാൻ വസിച്ചിടുവാൻ നിന്റെ കൃപ എനിക്ക് ഏകണേ കർത്താവേ. ലോകം, ഹല്ലേലൂയ, പിശാചിനാൽ ചുറ്റപ്പെട്ട് കിടക്കുമ്പോൾ നിന്റെ കൃപയില്ലാതെ ഈ ലോകത്തില് ഒരു ക്രിസ്തീയ ജീവിതം സാധ്യമല്ല കർത്താവേ. അതുകൊണ്ട് അപ്പാ, നിന്റെ
കർത്താവിന്റെ സ്നേഹത്തിൽ കർത്താവിന്റെ സ്നേഹത്തിൽ വസിച്ചിടുവാൻ നിന്റെ കൃപ വേണം കർത്താവേ. ഒരുമിച്ച് പാടാം, കരങ്ങളടിച്ച് കർത്താവിനോട് യാചിക്കാം. നിന്റെ കൃപ വേണം ദൈവമേ, നിന്റെ കൃപ വേണം. സ്നേഹത്തിൽ എന്നും വസിച്ചിടുവാൻ വൻകൃപയേകിടണേ. ദ്വേഷം ഇല്ലാതെ ജീവിപ്പാൻ നൽവരം നൽകിടണേ. കർത്താവിൻ സ്നേഹത്തിൽ എന്നും വസിച്ചിടുവാൻ വൻകൃപയേകിടണേ. ദ്വേഷം ഇല്ലാതെ ജീവിപ്പാൻ നൽവരം നൽകിടണേ. ലോകം പാപം പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. ലോകം പാപം പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. ഇന്നലെ പിന്നിയ ഉന്നത ശ്രേഷ്ഠന്മാർ അന്യരായിരുന്നു മണ്ണിൽ. ഇന്നലെ പിന്നിയ ഉന്നത ശ്രേഷ്ഠന്മാർ അന്യരായിരുന്നു മണ്ണിൽ. എന്നാലോ സാധു ഞാൻ സന്നിധി നിന്നതോ യേശുവേ കൃപയാ. എന്നാലോ സാധു ഞാൻ സന്നിധി നിന്നതോ യേശുവേ കൃപയാ. ലോകം പാപം പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. ലോകം പാപം പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. നിർത്തിയതാണ് എത്ര സ്തുതിച്ചിടണം. നിർത്തിയതാണ് എത്ര സ്തുതിച്ചിടണം. നിന്ന പരിഹാസം ഏറെ സഹിച്ചു ഞാൻ, എത്ര നാൾ കാത്തിടണം. നിന്ന പരിഹാസം ഏറെ സഹിച്ചു ഞാൻ, എത്ര നാൾ കാത്തിടണം. ലോകം പാപം പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. ലോകം പാപം പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. ഒന്നിക്കും ഒരു നാൾ സ്വർഗകൂടാരത്തിൽ വന്നിക്കും ഞാൻ അന്നാളിൽ. ഒന്നിക്കും ഒരു നാൾ സ്വർഗകൂടാരത്തിൽ വന്നിക്കും ഞാൻ അന്നാളിൽ. എന്നിനി പ്രിയന്റെ പൊന്മുഖം കാണും ഞാൻ, എന്നാശയേറിടുന്നേ. എന്നിനി പ്രിയന്റെ പൊന്മുഖം കാണും ഞാൻ, എന്നാശയേറിടുന്നേ. ലോകം പാപം പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. ലോകം പാപം പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ,
വിശ്വാസത്തിന്റെ ഈ ലോകയാത്രയിൽ എനിക്ക് മുന്നോട്ട് പോകുവാൻ യേശുവേ, യേശുവേ, നീ മാത്രം മതി. ഓ, എന്റെ വിശ്വാസം വർദ്ധിപ്പിച്ചേ. ഓ, ആ നിത്യതയിലെത്തുവാൻ തക്കവണ്ണം നീ എന്നെ ശക്തീകരിക്കുമോ? നിന്റെ കൃപ വേണം കർത്താവേ. അതിനായി നീ ഞങ്ങളെ ഒരുക്കിയാട്ടെ. കരങ്ങൾ ഉയർത്തി ശാന്തമായിരുന്ന ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമുക്ക് ഒരു വെഡ്ഡിങ് ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ജോൺസൺ നമ്മോട് കൂടി എല്ലായ്പ്പോഴും പ്രാർത്ഥനയ്ക്ക് സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നതാണല്ലോ. ജോൺസണും ആനി, ജോൺസൻ്റെ മകളുടെ മാരേജ് ആകുന്നു. മിസ്സസ് ആനി വർഗീസ് ആൻഡ് മിസ്റ്റർ വർഗീസ് എബ്രഹാം ജോൺസൺ request the honor of your presence at the holy matrimony of their daughter, Dr. Steffi Ann Varghese, with Nail Koshi Rajan, son of Mrs. Anida Rajan and Mr. Rajan Koshi, which by the grace of God will be solemnized on September 12th, 2024. അടുത്ത വ്യാഴാഴ്ചയാകുന്നു വിവാഹം. കോഴഞ്ചേരി പള്ളിയിൽ വെച്ചാകുന്നു. ആരെങ്കിലും ആ സമയത്ത് നാട്ടിലുണ്ടെങ്കിൽ ഇതിൽ അറ്റൻഡ് ചെയ്യണമെന്ന് പ്രത്യേകം ജോൺസൺ പറഞ്ഞിട്ടുണ്ട്. ഇല്ലാത്ത പക്ഷം പ്രത്യേകം പ്രാർത്ഥിക്കുക. അവരുടെ രണ്ടുപേരുടെയും കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെട്ടതായി തീരുവാൻ, വിവാഹ ശുശ്രൂഷകളെല്ലാം അനുഗ്രഹപ്രദമായി നടക്കട്ടെ. ദൈവം അതിനെ വഴിയൊരുക്കട്ടെ. പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കണേ. ജോൺസൺ വീണ്ടും വിളിച്ചു പറഞ്ഞിട്ടുണ്ട് വിവാഹ ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്നുള്ളത്. ഡോക്ടർ സ്റ്റെഫി അവരെ ട്രിനിറ്റി ചർച്ചിലായിരുന്ന സമയത്ത് മോള് നമ്മുടെ പ്രയറിലൊക്കെ എല്ലായ്പ്പോഴും വന്നുകൊണ്ടിരുന്നതാണ്. പിന്നെ പഠിത്തത്തിന് വേണ്ടി ഉപരിപഠനത്തിന് വേണ്ടി പോയത് കൊണ്ട് വന്നില്ലെന്നുള്ളതേ ഉള്ളൂ. ജോൺസൺ ഒരു ആഴ്ച പോലും നഷ്ടപ്പെടുത്താതെ നമ്മുടെ പ്രയറിൽ സംബന്ധിക്കുന്ന ഒരാളാണ് ജോൺസണും ആനയും. പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കാം. നമ്മുടെ കൺവെൻഷൻ്റെ കാര്യം കഴിഞ്ഞ ആഴ്ച ബേക്കുട്ടി ഓർമ്മിപ്പിച്ചല്ലോ. നമ്മൾ ആഗ്രഹിക്കുന്നത് ഒക്ടോബർ 12, 13 തീയതികളിലാണ്. ടൈം ഒരു വ്യത്യസ്തമായ ടൈമാണ്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ മേളിലെ ഹോളിൽ വെച്ചാണ് നമ്മൾ കൺവെൻഷൻ നടത്തുന്നത്. പക്ഷേങ്കിൽ ഈവനിങ്ങിൽ ടൈം കിട്ടുന്നില്ല. അവിടെ പെർമനൻ്റ് ആയിട്ടുള്ള ബുക്കിംഗ് ഉണ്ട്. അതുകൊണ്ട് 12 ശനിയാഴ്ചയും നമ്മൾ 3 to 5 ആണ്. അതുപോലെ തന്നെ ഞായറാഴ്ചയും 3 to 5 മേളത്തെ ഹോളിൽ വെച്ചാണ്. പ്രത്യേകം എല്ലാവരും പ്രാർത്ഥിക്കണം, അന്യോന്യം പങ്കുവെക്കണം, ഷെയർ ചെയ്യണം. അതിൻ്റെ ഫ്ലെയറൊക്കെ റെഡി ആയിട്ടുണ്ട്. പുറകാലെ ഫോർവേഡ് ചെയ്യാം. ഫ്ലെയർ നമ്മൾ ഫോർവേഡ് ചെയ്യുന്നതുകൊണ്ട് കാര്യമൊന്നുമായില്ല. എത്രമാത്രം നമുക്ക് മറ്റുള്ളവരെ കോണ്ടാക്ട് ചെയ്യാനും പേഴ്സണലായിട്ട് ഇതിനു വേണ്ടി മറ്റുള്ളവരോട് പറയാനും കൂട്ടിവരുത്താനും സാധിക്കണം. എൻ്റെ ഒരു കൺവെൻഷനാണ് എന്നുള്ള ആ ഒരു വിചാരത്തോടു കൂടി ഇതിനു വേണ്ടി പ്രവർത്തിക്കണം. ഇനിയും 3-4 ആഴ്ച കൂടെ ഉള്ളൂ. അതിൻ്റെ ഫ്ലെയറൊക്കെ സപ്ലൈ ചെയ്യാം. പ്രിയ ജോർജ് ചെറിയാൻ മടങ്ങി വരുമ്പോൾ 12, 13 നമ്മുടെ കൺവെൻഷനുണ്ടായിരിക്കും. പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കുക. പ്രിയ ഷെറിൻ വിനോദ് നമ്മുടെ മധ്യ കടന്നു വന്നിട്ടുണ്ടല്ലോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എല്ലാവരും ഓർക്കുന്നുണ്ടല്ലോ, ഷെറിൻ നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ നിറവേറ്റി. 2 ആഴ്ചയ്ക്ക് മുമ്പ് ഞാൻ വിളിച്ചു ഇങ്ങനെ സംസാരിച്ചപ്പം വരാം എന്ന് സമ്മതിച്ചു. കൂടാതെ ഷെറിൻ സൂമിൽ കൂടി നമ്മുടെ മീറ്റിങ്ങിനൊക്കെ കയറുന്നുണ്ട്. അത് വളരെ സന്തോഷമുള്ള സംഗതിയാണ്. ദൈവം നമുക്ക് ആവശ്യമായ ദൂത് പ്രിയ ഷെറിനിൽ കൂടി നൽകി തരട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ മിസ്സസ് ഷെറിൻ വിനോദിനെ വചന ശുശ്രൂഷയ്ക്കായിട്ട് സ്വാഗതം ചെയ്തോളൂ. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത നല്ല വചനങ്ങളെ കേൾപ്പാനും പാട്ടുകളൊക്കെ പാടുവാനും വീണ്ടും ഒരു സാഹചര്യം കൂടി ദൈവം ഒരുക്കി തന്ന കൃപയ്ക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഓരോ ദിവസവും ഓരോ നിമിഷവും ദൈവത്തിൻ്റെ ദാനമാകുന്നു. നമ്മൾ എത്ര അനുഗ്രഹീതരാണെന്ന് നമ്മൾ ഇതിൻ്റെ മധ്യേ ഇരുന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. നമ്മൾ ഓരോ ദിവസവും നമുക്കിങ്ങനെ ഒരു കൂട്ടായ്മ കൂടുവാനും കൂടുതൽ നമ്മുടെ വചനത്തെ ഉറപ്പിക്കുവാനും നമ്മുടെ ജീവിതത്തിൻ്റെ
വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളിൽ ആ ദൈവത്തിൻ്റെ സ്നേഹം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാനും ഒക്കെയായിട്ട് എത്ര സ്നേഹം ദൈവത്തിനുണ്ടായിട്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ ദൈവം തമ്പുരാൻ തരുന്നത്. ഇത്ര മനോഹരമായി ഈ ചൂടിൻ്റെ കാലാവസ്ഥയിൽ ഈ ശീതീകരിച്ച മുറിയുടെ തണുപ്പിൽ നമുക്കിരിക്കുവാനും ആ ദൈവത്തിൻ്റെ സ്നേഹം പരസ്പരം പങ്കുവയ്ക്കുവാനും പാടുവാനും കൈയടിച്ച് പാടുവാനുള്ള ആരോഗ്യമൊക്കെ ദൈവം തന്നത് ഇതൊന്നും ചെറുതല്ല. ഇതെല്ലാം ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ വലിയ അടയാളങ്ങളാകുന്നു. ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും ദൈവം തമ്പുരാന് നമുക്കൊരു സ്തോത്രം കരയറ്റാം. കർത്താവേ, നീ തന്നതാകുന്നു, നിന്റെ കൃപയൊന്നു മാത്രമാകുന്നു ഞാനിവിടെ ഇരിക്കുന്നത്. അനേകര് ഈ സമയത്ത് ഒരു ദിവസത്തെ അവധി മാത്രമേ ഉള്ളൂ, വീടുകളിൽ വിശ്രമിക്കാം. നമുക്കും വേണമെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ക്ഷീണങ്ങളുണ്ട്. നമ്മളെയും ഇപ്പോൾ ഒരു സൈഡിലോട്ട് ഇരുത്തിയാൽ ചിലപ്പോൾ ഉറങ്ങിപ്പോകാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു ഈ സമയം, ഈ നിമിഷം, ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിന്റെ മധ്യേ ഇരുന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ആ സമയം മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യണമെന്ന് മാത്രമേ എനിക്ക് പറയുവാനായിട്ടുള്ളൂ. ഓരോ പാട്ടിലൂടെയും ദൈവമഹത്വത്തെ ഉയർത്തിപ്പിടിക്കണം. ഓരോ പ്രാർത്ഥനയിലൂടെയും ഹൃദയത്തിന്റെ ഭാഷയിൽ ദൈവത്തോട് സംസാരിക്കണം. ഓരോ വചന കേൾവിയിലൂടെ നമ്മളെ തന്നെ ഉറപ്പിക്കുന്നതിനോടൊപ്പം നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ചുറ്റുപാടുള്ളവരെ ഉറപ്പിക്കണം. അതിനായി ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വചന കേൾവിക്കായി നമുക്ക് ഒരുങ്ങാം. ഇന്ന് നമുക്ക് ഒരുമിച്ചുള്ള ധ്യാനത്തിനായിട്ട് സഖരിയ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 6-ാം വാക്യം. സഖരിയാവ് 4-ാം അധ്യായം 6-ാം വാക്യം. അവൻ എന്നോട് ഉത്തരം പറഞ്ഞതെന്തെന്നാൽ, സെരുബ്ബാബേലിനോടുള്ള യഹോവയുടെ അരുളപ്പാടാവിത്, സൈന്യത്താലല്ല ശക്തിയാലുമല്ല എൻ്റെ ആത്മാവിനാൽ അത്രേ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അല്പസമയം കർത്താവേ നിന്റെ സന്നിധിയിൽ അടിയങ്ങൾ ഇരിക്കട്ടെ. ദൈവമേ, വചനം നിന്റേത്. ഓരോ വചനത്തിലും അവിടുത്തെ ശ്വാസമുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എഴുന്നേറ്റ് നിൽക്കുന്ന ഞാനും ഈ കൂട്ടിരിക്കുന്ന ജനവും എല്ലാവരും ഒരുപോലെ അങ്ങയുടെ ചിറകിന്റെ മറവിലായിരിക്കുന്നുവെന്ന് ഞങ്ങൾ പാടിയതുപോലെ ആ ചിറകിന്റെ മറവിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ സാഹചര്യങ്ങളെയൊക്കെ ഞങ്ങളൊന്ന് മറക്കട്ടെ, ഞങ്ങളുടെ വേദനകളെയൊക്കെ ഞങ്ങളൊന്ന് മറക്കട്ടെ, ചുറ്റുപാട് നടക്കുന്ന പ്രശ്നങ്ങളെയൊക്കെ ഞങ്ങളൊന്ന് മറക്കട്ടെ. അല്പസമയം ആ വചനത്തിന്റെ മുമ്പാകെ ഒന്നിരുന്ന് ബലം പ്രാപിച്ച് എഴുന്നേൽക്കുവാൻ തക്കവണ്ണം അടിയങ്ങളെ അഭിഷേകത്തോടെ അയക്കണമേ. അവിടുത്തെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെയും കണ്ണുകളെയും മനസ്സുകളെയും ഒക്കെ ഏകാഗ്രമാക്കണമേ. ആമേൻ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരു വർഷത്തിന്റെ തുടക്കമായിരുന്നു. അപ്പൊ എന്താണ് പറയേണ്ടതെന്നുള്ളതിനെ പറ്റി അധികം ഒന്നും ചിന്തിക്കേണ്ട കാര്യം വന്നില്ല. കാര്യം ഒരു വർഷം നമ്മൾ എങ്ങനെ നേരിടാൻ പോകുന്നു എന്നുള്ളത് ഞാൻ അതിനെപ്പറ്റിയുള്ള ആ ഒരു വർഷത്തെ നമ്മൾ എങ്ങനെ നേരിടണം എന്നുള്ളതിനെ പറ്റി സബ്ജക്റ്റ് എടുത്ത് പറയാനായിട്ട് സാധിച്ചു. എന്നാൽ ഇന്ന് ഞാൻ ഇത് പുതിയൊരു മീറ്റിങ്ങിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ ദൈവം തമ്പുരാനെ, എന്താണ് ഞാൻ സംസാരിക്കേണ്ടത്, എന്താകുന്നു അവിടുന്ന് എന്നോട് പറയുന്നത്, എന്താകുന്നു ഞാൻ കൂടി വരുന്ന ജനത്തോട് പറയേണ്ടത്, അത് ദൈവം തമ്പുരാനോട് ഞാൻ സംസാരിച്ചപ്പോൾ തുടർച്ചയായിട്ട് എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ചുറ്റുപാട് ഇപ്പൊ എവിടെ ആരോട് ഞാൻ സംസാരിച്ചാലും, ഇപ്പോൾ ഒരു വാട്സപ്പിലൂടെ ഒരു കൂട്ടുകാരോടായിക്കോട്ടെ, അല്ലെങ്കിൽ എവിടെ ആരോട് സംസാരിച്ചെന്ന് പറഞ്ഞാലും എല്ലാവരും പൊതുവെ പറയുന്നത് എന്ത് പറയാനാ, ചുറ്റുപാട് നടക്കുന്ന ഈ വിഷമങ്ങള്, ദേശത്തിന്റെ സങ്കടങ്ങള്. ഇങ്ങനെ ഒരു കവിതയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പ്രവാസി എവിടെ പോയാലും കേരളം ഇങ്ങനെ കൊത്തി വിളിച്ചുകൊണ്ടിരിക്കുമെന്ന്. ഒരു ആഹാരം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു നല്ല വസ്ത്രം ധരിക്കുമ്പോൾ ഒരാൾ സെറ്റ് സാരി എടുത്തുകൊണ്ട് പോകുന്ന കണ്ടാൽ പെട്ടെന്ന് നമുക്ക് നമ്മുടെ ആ കേരളത്തും നമ്മളൊരു ഇച്ചിരിയെങ്കിലും നമ്മുടെ ഓർമ്മ പഴയതിലേക്ക് പോകാറുണ്ട്, നമ്മുടെ ദേശത്തിനെ പറ്റി. അങ്ങനെ വളരെ ചിന്തയോടെ ഇരിക്കുന്ന ഓരോ പ്രവാസിക്കും വളരെയധികം മാനസിക സംഘർഷങ്ങൾ ഉണ്ടാക്കുന്ന നാളുകളാണ് ഈ ദിവസങ്ങളിൽ കടന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഒരു കഷ്ടതയുടെ കാലത്തിലൂടെ കടന്നു പോകുന്ന ജനത്തെ ഉറപ്പിക്കുന്ന മെസ്സേജ് എന്തെങ്കിലും ആയിരിക്കണം നമ്മൾ ഓരോ ദിവസവും കേൾക്കേണ്ടത്. കഷ്ടതയെന്ന് ഞാൻ പറഞ്ഞാൽ അത് കഷ്ടതയെന്നൊരു ചെറിയ വാക്കുപോലെ എനിക്ക് തോന്നും. സഹിക്കാൻ പറ്റാത്തതിനും അപ്പുറമായിട്ടുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ ഈ അടുത്ത സമയത്തായിട്ട് നടന്നത് എടുക്കുകയാണെങ്കിൽ, കുവൈറ്റ് ദുരന്തത്തിൽപ്പെട്ട് നമ്മുടെ അനേക സഹോദരങ്ങൾ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. നമ്മളൊരു നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ അല്ലെങ്കിൽ തിരുവനന്തപുരം എയർപോർട്ടിൽ എവിടെയാണേലും ഒന്ന് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് വരുന്നവരുടെ സന്തോഷവും പോകുന്നവരുടെ ഗദ്ഗതം നിറഞ്ഞ ദുഃഖവും. എന്നാൽ ആ ദുഃഖത്തിനകത്തൊരു സ്നേഹമുണ്ട്, ഒരു വേർപിരിയലിന്റെ സ്നേഹം, നാളെ വരുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. എന്നാൽ ഒരു ദിവസം
നമ്മൾ TV ചാനലുകളൊക്കെ വെച്ച് കണ്ടപ്പോൾ നമ്മൾ ഹൃദയം നടുക്കുന്ന കാര്യം, നമ്മൾ ഒന്നുകൂടി പ്രവാസികളായതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ കണ്ടത് എന്താന്ന് വെച്ചാൽ, അനേകം ബോഡികൾ വെച്ചിരിക്കുന്ന പെട്ടികൾ അടുക്കി വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ നിന്നൊരു മനുഷ്യൻ നിന്ന് കരയുന്ന ഹൃദയഭേദകമായ കാഴ്ച നമ്മൾ കാണുകയുണ്ടായി. അത് കണ്ട് കർത്താവെ, ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? ഒത്തിരി നമുക്ക് റിലേറ്റ് ചെയ്യാം. കാര്യം നമ്മളൊക്കെ വന്നപ്പോൾ 2 ബെഡ്റൂമിലും 1 ബെഡ്റൂമിലും ഒന്നും അല്ലായിരുന്നു താമസിച്ചത്. ഇപ്പം ഞാൻ വരുമ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞാണ് ഞാൻ ഈ ദേശം കണ്ടത്. അതുകൊണ്ട് എനിക്കൊരു റൂമൊക്കെ ഉണ്ട്. എന്നാൽ എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഈ ബാച്ചിലേഴ്സ് റൂം എന്തുവാണെന്നുള്ളതും അതിനകത്തെ സ്പേസിനെ പറ്റിയും പറയാൻ മനസ്സിലാവും. അതുപോലെ ചെറിയ രീതിയിലുള്ള അക്കോമഡേഷനിലൊക്കെ വന്ന് അതുകൊണ്ട് നമുക്ക് ഒത്തിരി റിലേറ്റ് ചെയ്യാൻ പറ്റും ഈ AC-യുടെ പ്രശ്നങ്ങളും ഒക്കെ. അപ്പോൾ അതങ്ങോട്ട് കഴിഞ്ഞ് തൊട്ട് പുറകെ നോക്കിയപ്പോൾ അടുത്ത ഒരു ദുരന്തം ഒരു കുടുംബത്തെ പൂർണ്ണമായിട്ടും മാറ്റി. ഈ ലോകത്ത് നിന്ന് ഒരു കുടുംബം പൂർണ്ണമായിട്ടും അവരുടെ ബന്ധുക്കൾക്കൊക്കെ എങ്ങനെ സഹിക്കണം എന്നറിയാത്ത അവസ്ഥയിൽ. അതും കഴിഞ്ഞ് ഇതെങ്ങനെ സഹിക്കണം തമ്പുരാനെ എന്ന് വെക്കുമ്പോൾ ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒരു കൂട്ടം നല്ല സഹോദരങ്ങൾ, പച്ചയായ മനുഷ്യര് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. വയനാട് ദുരന്തം. ഒരു രാത്രിയിൽ ഉറങ്ങിക്കിടന്ന് ഒരുമിച്ച് കൈ പിടിച്ചു കിടന്ന് ഉറങ്ങിയവര് ഒരുമിച്ച് ഒരുപോലെ ഒരുങ്ങി. നിങ്ങളോട് ഞാനൊരു പറയട്ടെ, ഇന്നലെ എൻ്റെ മകൾ ഒരു ക്യാമ്പിന് പോയി, റാസൽ ഖൈമയിൽ ഒരു ക്യാമ്പിന് പോയി. ഒറ്റ ദിവസത്തെ ക്യാമ്പാണ് അത്. ശനിയാഴ്ച ദിവസം രാവിലെ പോയി, ഇന്നിപ്പം 3 മണിയായപ്പോൾ വന്നിട്ടുണ്ട്. ഞാൻ ഒരു ദിവസം ഇന്നലെ അങ്ങോട്ട് കിടന്ന സമയത്ത് പകലൊക്കെ സ്കൂളിൽ പോയ ഒരു ഫീലിംഗാണ്. ഞാൻ അങ്ങനെ മോളങ്ങനെ മാറി നിന്നിട്ടില്ല, 10 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഇന്നലെ അങ്ങോട്ട് കിടന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഇപ്രകാരം ചിന്തിക്കുകയുണ്ടായി, കർത്താവെ, കുഞ്ഞില്ലാത്ത എന്തോ ഒരു മിസ്സിങ്, എന്തോ എടുത്താലും എവിടെയോ എന്തോ ഒന്ന് മറന്നു പോയൊരവസ്ഥ. ഇന്നലെ കുർബാനയ്ക്ക് പോയി പള്ളിയിലെ കുർബാനയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും എന്തോ ഒന്ന് മറന്നു പോയൊരവസ്ഥ. തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴും കിടന്ന സമയത്ത് ഒരു വല്ലാത്തൊരു പ്രയാസം. കുഞ്ഞ് വിടില്ല. ബാക്കി 2 കൊച്ചു കുഞ്ഞുങ്ങൾ എനിക്കുണ്ട്, ട്വിൻസാണ്, 5 വയസ്സുള്ള ബോയ്സ്. അവർ കൂടുണ്ട്, അവരുടെ കളിച്ചിരികളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും മോളുടെ ഒരു അഭാവം. അപ്പൊ ഞാൻ പെട്ടെന്ന് ഇന്നലെ ഞാൻ കിടന്ന് ഒരു 2 മണിയായിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല. എനിക്കറിയാം എൻ്റെ കുഞ്ഞ് അവിടെ സേഫാണ്. റാസൽ ഖൈമ പള്ളിയിൽ അവർ സേഫാണ്, ക്യാമ്പിനാണ്, അവിടെ ആവശ്യത്തിന് ആൾക്കാരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് നാളെ ഈ സമയമാകുമ്പോൾ തിരിച്ചെത്തും. ഒരു കുഴപ്പവും ഇല്ലാതെ ഈ ദേശമാണ്, ഒരു കട്ടറിനകത്ത് വീഴുമെന്ന് പോലും പേടിക്കാതെ ഇവിടെ കൊണ്ട് അവരെത്തിക്കുമെന്നറിയാം. എന്നാൽ രാത്രിയുടെ യാമങ്ങളിൽ ഒന്നിച്ചു കിടന്നുറങ്ങിയ, കയ്യും കാലുമായിട്ട് മാത്രം അറ്റുപോയ നമ്മുടെ സഹോദരങ്ങൾ ഒരു ദിവസം ഒറ്റ നിൽപ്പിൽ ഒരു കുടുംബം മുഴുവനായിട്ട് പോയി കഴിഞ്ഞപ്പോൾ പലപ്പോഴും നാം ചിന്തിക്കാറുണ്ട്, കർത്താവേ, ഇതിൻ്റെയൊക്കെ അവസാനം എങ്ങനെയാണ്? എങ്ങനെ ഞാൻ ഇതൊക്കെ സഹിക്കണം? ഇന്നലെ രാത്രി ഞാൻ ഒരുപാട് ചിന്തിച്ചു. ആ വയനാട്ടിലെ ആ സംഭവം, ഒരു ദിവസം കൊണ്ട് ഒന്നുമില്ലാതിരിക്കുന്ന അവസ്ഥ, കുടുംബമില്ല, ബന്ധങ്ങളില്ല, നാട്ടുകാരില്ല. ആ ഒരു അവസ്ഥ നമുക്ക് ചിന്തിക്കുന്നതിലും അപ്പുറമാണ്. എന്നാൽ കർത്താവേ, നിന്റെ കൃപയൊന്നുകൊണ്ട് മാത്രം നീ ഇവിടെ എന്നെ നിലനിർത്തിയിരിക്കുന്നത് നമുക്ക് ഓരോ നിമിഷവും പറയാൻ കഴിയണം. ദൈവത്തിന്റെ കൃപയല്ലാതെ നമ്മൾ ഒരു നിമിഷം പോലും ഒന്നും അനുഭവിക്കുന്നില്ല. ഇവിടെ ഇരിക്കുന്നത് ദൈവത്തിന്റെ ഏറ്റവും സ്നേഹമുള്ളവർ മാത്രമാണ്. അതിൽ എത്ര പേരുണ്ടെന്നല്ല, നമ്മൾ ചിലപ്പോൾ 5 പേരെ കാണത്തുള്ളൂ, 2 പേരെ കാണത്തുള്ളൂ. പക്ഷെ അതിൻ്റെ മധ്യത്തിൽ ഒരു ദൈവസ്നേഹം ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇരിക്കാൻ പറ്റുന്നത്. ആ ദൈവത്തെ നമുക്ക് സ്തോത്രം ചെയ്തുകൊണ്ട് ഇന്നത്തെ വചന കേൾവിക്കായിട്ട് ഒരുങ്ങാം. നമ്മുടെ ഈ ഒരു ഭാഗം നമ്മൾ സെഖര്യാവിന്റെ പുസ്തകം നമ്മൾ നോക്കുമ്പോൾ, സെഖര്യാവ് പ്രവാചകന് ഒറ്റ രാത്രിയിൽ 10 ദർശനങ്ങളെ കിട്ടുന്ന അതിലൊരു ദർശനത്തിലുള്ളതാണ് നമ്മൾ വായിച്ചത്. നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ള ഒരു പാട്ടിലൂടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത്. സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, ദൈവത്തിന്റെ ആത്മാവിനാലത്രേ, ആത്മശക്തിയാലത്രേ, അല്ലേ? ആ പാട്ടിലൂടെ. പക്ഷെ ഇത് എവിടെ, ഏത് ഭാഗത്താണെന്നുള്ളതിനെ പറ്റി നമുക്ക് വലിയൊരു ഐഡിയ ഇല്ല. എന്നാൽ ഏത് സാഹചര്യത്തിലാണ് ഇത് പറഞ്ഞതെന്നുള്ളത്, സെഖര്യാവിന് ഇങ്ങനെ ഒരു അരുളപ്പാട് കിട്ടിയതെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതായത് സെരുബ്ബാബേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവ്, അദ്ദേഹം സെഖര്യാവിന്റെ കാലത്ത് യെരുശലേമിലെ ദേശാധിപതി, അതായത് ഗവർണർ ആയിരുന്നു. ആ സെരുബ്ബാബേല് ആലയം പണിയുക എന്നുള്ളതായിരുന്നു ദൗത്യം. കൂടുതലായിട്ട് നമ്മൾ ബൈബിൾ ഒരുപാട് പഠനത്തിനായിട്ട് ഡീപ്പായിട്ട് പോകുന്നില്ല, നമുക്ക് വേണ്ടിയത് മാത്രമേ എടുക്കുന്നുള്ളൂ. ഒരു ദൗത്യവുമായിട്ട് ഇറങ്ങി തിരിച്ചു, ആലയം പണിയുക. എന്നാൽ ഇപ്പോഴദ്ദേഹത്തെ ഏതവസ്ഥയിലാണ് നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ, പുറത്തുനിന്ന് അനേക എതിർപ്പുകൾ, തന്മൂലം ഉള്ളിലുണ്ടായ നിരാശ, അനേക എതിർപ്പുകളാണ് പുറത്തുനിന്ന്. ഇതൊന്നും നടക്കത്തില്ല, ഈ നമ്മുടെ ശക്തി അവരുമായിട്ടുള്ള കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പറ്റത്തില്ല. നമ്മൾ ചില കാര്യങ്ങൾക്കകത്ത് ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് നമുക്ക് പൊതുവിൽ കേൾക്കാറുള്ളത് പോലെയുള്ള കാര്യങ്ങളാണ്. നമ്മൾക്ക് പറയാം, ഇങ്ങനെ ഇത് ഇന്ന സ്ഥലത്താണെങ്കിൽ ശരിയാവത്തില്ല, ഇവിടെ ഇത് വളരത്തില്ല, മാർക്കറ്റിംഗിന്റെ ഇപ്പോഴത്തെ പോക്ക് വെച്ച് നോക്കിയാൽ ഇത് ശോഭിക്കത്തില്ല, അല്ലേ? അങ്ങനെ പലതരത്തിലുള്ള, ചിലത് നമുക്ക് ദോഷമായിട്ടല്ല, ചിലത് നമ്മൾ നന്മയ്ക്കായിട്ടും ഓരോരുത്തരും നമുക്ക് ഓരോന്ന് പറഞ്ഞു തരാറുണ്ട് അവരുടെ എക്സ്പീരിയൻസിൽ നിന്നും. എന്നാൽ സെരുബ്ബാബേലിനെ സംബന്ധിച്ച് ചുറ്റുമുള്ള ഒരു കൂട്ടം ആളുകൾ, നിരുത്സാഹപ്പെടുത്തുന്ന ആളുകൾ, ഒന്ന് കണ്ടിട്ടും പോസിറ്റീവായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല.
ആ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ, തളർന്ന് നിൽക്കുമ്പോൾ, എന്നാൽ ദൈവം ഏൽപ്പിച്ച ജോലിയാണ് സെരുബ്ബാബേലിനോട് ആലയം പണിയുക എന്നുള്ളത്. എന്നാൽ ദൈവം ഒരാളെ ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്തുമാത്രം എതിർപ്പുകൾ ചുറ്റുപാട് നിന്ന് വന്നിട്ടുണ്ടെങ്കിലും ദൈവം ആ ആളിനെ കൊണ്ട് തന്നെ അത് ചെയ്തു തീർപ്പിക്കും. ആ ആളിനെ കൊണ്ട് തന്നെ അത് ചെയ്തു തീർപ്പിക്കും. അതിനുള്ള എന്തൊക്കെ തടസ്സങ്ങൾ, മാർഗ തടസ്സങ്ങൾ ഉണ്ടായാലും, എന്തൊക്കെ വഴിയില്ലായ്മ നമ്മുടേതായിട്ട് തോന്നിയാലും അതിന്റെ വഴികളെല്ലാം ദൈവം നമുക്ക് വേണ്ടി തുറന്നു തരും. അങ്ങനെ വിഷമത്തിലും പ്രയാസത്തിലും ഇരിക്കുന്ന സെരുബ്ബാബേൽ തളർന്നിരുന്ന് കണ്ടപ്പോൾ ദൈവം വിചാരിച്ചു, ഒരാളിനെ ഒന്ന് വിടണം. കാര്യം ഇദ്ദേഹം എന്താകുമെന്നു ഡൗൺ ആയി പോവുകയാണ്. ദൈവസന്നിധിയിൽ ഒരു ഉറപ്പില്ലാതെ പോവുകയാണ്. എന്നെ കൊണ്ട് ഇത് പറ്റുമോ എന്ന് അങ്ങനെ ചിന്തിച്ച് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സെരുബ്ബാബേലിന്റെ അടുത്ത് ദൈവം തമ്പുരാൻ സെഖര്യാവിലൂടെ ഒരു അരുളപ്പാട് നൽകുന്നതാണ് നാം വായിച്ച വേദഭാഗം. അവൻ എന്നോട് ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ, സെരുബ്ബാബേലിനോടുള്ള യഹോവയുടെ അരുളപ്പാട് ആവിത്, സൈന്യത്താലെയല്ല ശക്തിയാലുമല്ല എൻ്റെ ആത്മാവിനാൽ അത്രേ എന്ന് അരുളി ചെയ്യുന്നു. ആലയം പണിയുവാനുമായിട്ട് കൊടുത്തു കഴിഞ്ഞ സമയത്ത് ഈ സൈന്യവും ശക്തിയും എന്നൊക്കെ ഇവിടെ പറഞ്ഞ, സൈന്യം എന്ന് പറയുന്നത്, ഒരു രാജ്യത്തിന്റെ സൈന്യം എന്ന് പറയുന്നത് നമ്മുടെ കൂടെയുള്ള ആളുകളാണ്, അല്ലേ? ഒരു രാജ്യത്തിന്റെ കൂടെയുള്ള ഒരു ബലം. നമുക്കിപ്പോൾ നമ്മുടെ കൂടെ ഒരു 10 പേരുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ ബലമാണ്. അല്ലെങ്കിൽ ആയുധം അതിന് മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് പേടിയില്ലാതെ, ഭയമില്ലാതെ ജീവിക്കാം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ സൈന്യം അവിടെ ഇല്ല. ശക്തി എന്ന് പറയുന്നത് നമ്മുടെ ഫിസിക്കലി ഉള്ള, നമുക്ക് ധൈര്യമായിട്ടൊന്ന് ഇറങ്ങി ചെല്ലണമെങ്കിൽ, അല്ലെ 2 പേര് എന്താന്ന് ചോദിച്ചാൽ ആരാന്ന് പറയാനുള്ള ഒരു ധൈര്യം, നമ്മുടെ പ്രായം നമ്മൾ കഴിഞ്ഞു പോകുന്നതോറും നമുക്ക് കുറച്ചൊരു ഒരു അമക്കം എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ഒതുങ്ങും, അല്ലെ? അത് എക്സ്പീരിയൻസിലൂടെ വരുന്ന. എന്നാൽ നമ്മൾ ശക്തിയുള്ള സമയത്ത്, നമ്മൾ കുതിരയെ പോലെ ഓടുന്ന ഒരു സമയത്താണെങ്കിൽ നമുക്ക് അല്പസ്വല്പം നല്ല ആരോഗ്യത്തിൽ നിൽക്കാൻ ആരാന്ന് ചോദിച്ചാൽ എന്താ പറയുക, എന്താന്ന് ചോദിക്കാനുള്ള ഒരു ധൈര്യം നമുക്കുണ്ടല്ലേ? അപ്പോൾ ഇവിടെ എന്താണ്? സൈന്യവുമില്ല, ശക്തിയുമില്ല. ഒരു ഗവർണറിന് സൈന്യമില്ല, ശക്തിയില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാനായിട്ട് ബുദ്ധിമുട്ട് വരും. എന്നാൽ ഇവിടെ സൈന്യവുമില്ല, ശക്തിയുമില്ല. തകർന്നിരിക്കുന്ന സെരുബ്ബാബേലിനോട് ദൈവം തമ്പുരാൻ അരുളി ചെയ്യുന്നു, നിന്റെ സൈന്യത്തെ നോക്കിയല്ല, നിന്റെ ശക്തിയെ നോക്കിയല്ല, എൻ്റെ ആത്മാവിനാൽ ഞാൻ നിന്നെ കൊണ്ട് ഇത് കാര്യം സാധിപ്പിക്കും. അങ്ങനെ നമ്മൾ പ്രിയമുള്ളവരെ, നമ്മൾ പല സാഹചര്യങ്ങളിൽ, പല പ്രയാസങ്ങളിൽ നമ്മൾ ഈ ഒരു ദൈവത്തിന്റെ ശക്തിയിൽ, കർത്താവെ എൻ്റെ സാമ്പത്തികമായിട്ടുള്ള ഒരു ബലം ഭയങ്കരമാണ്, എൻ്റെ മക്കളെന്നുള്ള ഒരു ബലം, അല്ലെങ്കിൽ എൻ്റെ സമൂഹം, എൻ്റെ പള്ളി, ഇതെല്ലാം നമുക്കൊരു പ്രൗഡ് ഫീലിംഗ് തരുന്നൊരു കാര്യങ്ങളാണ്. ഇതൊക്കെ ഒരു സമയത്തില്ലാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ, എന്ത് ചെയ്യണമെന്ന് അറിയാതെ എതിർപ്പുകൾ മാത്രം വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ദൈവം തമ്പുരാൻ ഇറങ്ങി വന്ന് പലരിലൂടെ നമ്മളോട് പറയും, നിന്നിലുള്ള കഴിവോ, നിന്നിലുള്ള മഹത്വമോ, അല്ലെങ്കിൽ എന്തൊക്കെ നിന്റെ കഴിഞ്ഞ കാലങ്ങളിലുണ്ടോ, ഏത് പാരമ്പര്യത്തിൽ, പ്രിയ അങ്കിൾ പറയുകയുണ്ടായി, 34-ാം സങ്കീർത്തനത്തിൽ പറയുകയുണ്ടായി, പാരമ്പര്യ ക്രിസ്ത്യാനികൾ എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് കുറച്ച് പാരമ്പര്യത്തെ നമ്മൾ അങ്ങ് പിടിച്ചു വെച്ചിരിക്കുക, അല്ലെ? അതിനകത്ത്. എന്നാൽ നാം ആ ഒരു അവസ്ഥയിലാണോ? അല്ലെങ്കിൽ നമ്മുടെ പിതാക്കന്മാർ ഏതവസ്ഥയിൽ ദൈവത്തോട് നിലവിളിച്ചോ, ആഴത്തിന്റെ അവസ്ഥയിൽ ദൈവത്തോട് നിലവിളിച്ചു, യഹോവേ ഞാൻ നിന്നോട് നിലവിളിക്കുന്നു എന്ന് ഉറക്കെ പറഞ്ഞപ്പോൾ ഇറങ്ങി വന്നൊരു ദൈവത്തിനെ നമ്മുടെ പിതാക്കന്മാർ കണ്ടതാ. അതുപോലെ ആഴത്തിൽ നിന്നാണോ ഇന്ന് നാം ഇത്രയും സാഹചര്യത്തിന്റെ മധ്യത്തിൽ വിളിക്കുന്നത്? ഒരിക്കലുമല്ല. എന്നാൽ മനസ്സിലാക്കണം, കിട്ടുന്ന നന്മകളെല്ലാം ദൈവം നമ്മളെ കൊണ്ട് തന്നെ ചെയ്തു തീർപ്പിക്കാൻ വേണ്ടിയുള്ള പദ്ധതിയുടെ രൂപീകരണത്തിന് വേണ്ടിയാണ് നമ്മളെ ഓരോരുത്തരെയും വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഇനിയും അടുത്ത വാക്യം നോക്കിയാൽ, 7-ാം അധ്യായത്തിൽ നോക്കിയാൽ, ഒരു കഷ്ടതയുടെ നടുവിൽ ഈ സെരുബ്ബാബേൽ നിൽക്കുന്ന ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് പ്രയാസത്തിന്റെ മധ്യത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ഈ സെരുബ്ബാബേൽ നിൽക്കുന്ന അവസ്ഥയിൽ ഒരു ഉറപ്പ് ദൈവം തമ്പുരാൻ കൊടുത്തു. അത് കഴിഞ്ഞ് പറയുകയാണ്, നീ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് പറയുക അടുത്ത സെന്റൻസിൽ. 7-ാമത്തെ വാക്യത്തിൽ നോക്കിയാൽ, സെരുബ്ബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ നീ സമഭൂമിയായി തീരും. അതായത് ഈ വ്യക്തി വിഷമിച്ച് ഇവിടെ നിന്നത് എന്തിനാണെന്ന് വെച്ചാൽ, മുമ്പിലൊരു മഹാപർവ്വതം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. പർവ്വതങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളാ, അല്ലേ? മുമ്പിലൊരു മഹാപർവ്വതം. എപ്പോഴും പ്രശ്നങ്ങളെ എന്തുകൊണ്ടാണ് പർവ്വതങ്ങളോട് തുലനം ചെയ്യുന്നതെന്ന് വെച്ചാല്, പർവ്വതം എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ തലയ്ക്ക് മുകളിലുള്ളതാ, അല്ലേ? നമ്മൾ ഒരു കൈ വിരിച്ച് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ കൈ കൊണ്ട് അത് ഒതുങ്ങത്തില്ല, ഈ കൈ കൊണ്ട് ഒതുങ്ങത്തില്ല, ഇങ്ങനെ നേരെ നോക്കിക്കഴിഞ്ഞാൽ ഒതുങ്ങത്തില്ല, ഇതിനപ്പുറത്തോട്ട് എത്ര ഉണ്ടെന്ന് അറിയത്തില്ല, ഇത് എത്ര ഹൈറ്റ് ഉണ്ടെന്ന് അറിയത്തില്ല, ഇതിന്റെ എവിടേക്കാണ് വഴുവഴുപ്പുള്ളതെന്ന് അറിയത്തില്ല, എവിടേക്കാണ് ഷാർപ്പായിരിക്കുന്നതെന്ന് അറിയത്തില്ല. നമ്മുടെ പ്രശ്നങ്ങളും ഇങ്ങനെ തന്നെയാണ്. വലത് കൈ കൊണ്ട് ഒതുക്കാൻ നോക്കിയാൽ നടക്കത്തില്ല, ഇടത് കൈ കൊണ്ട് പറ്റത്തില്ല. മുകളിലോട്ട് നോക്കിയാൽ, നമ്മൾ ഇവിടുന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ എവിടെ വരെ കണ്ണെത്തുന്നതിനും അപ്പുറം പോകും. പിന്നെ ഇതിന്റെ കനം എന്തുവാണെന്ന് അറിയത്തില്ല, എവിടെയൊക്കെയാണ് ഇതിന്റെ പരിപരുത്ത ഭാഗങ്ങളെന്ന് നമുക്കറിയത്തില്ല. ഇങ്ങനെ പർവ്വത സമാനമായ പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിൽ വരുമ്പോൾ
ഒരു വിശ്വാസി അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി എന്താണ് എടുക്കേണ്ട മനോഭാവം എന്താണ്? സെരുബ്ബാബേലിനോട് ദൈവം അരുളി ചെയ്യുന്നു, സെരുബ്ബാബേലിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ, നീ ആർ? ധൈര്യത്തോടെ എഴുന്നേറ്റ് ചോദിക്കണം, എൻ്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ നീ ആർ? എൻ്റെ മുമ്പിൽ നിൽക്കുന്ന പ്രശ്നമേ നീ ആർ? നീ എൻ്റെ ദൈവത്തോട് തുലനം ചെയ്ത് നോക്കിയാൽ, എൻ്റെ ദൈവത്തിന്റെ ശക്തിയോട് തുലനം ചെയ്ത് നോക്കിയാൽ, കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ അനുഭവിച്ച ദൈവിക നന്മകളെ ഓർത്താൽ, കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ അനുഭവിച്ച ദൈവിക മഹിമയെ ഓർത്തു കഴിഞ്ഞാൽ, നീ ആർ എന്ന് ചോദിക്കാനുള്ള ചങ്കൂറ്റം ഉണ്ടാവണം. ഒരു ക്രിസ്ത്യാനിയാണ്, ഞാൻ ഇന്ന ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു, അല്ലെങ്കിൽ ഇന്ന വിശ്വാസത്തിൽ നിന്നു, എല്ലാ ആഴ്ചയിലും ഞാൻ പള്ളിയിൽ പോയി കുർബാന കൊള്ളുന്നു എന്ന് പറഞ്ഞിട്ടുള്ള അർത്ഥം. നമ്മുടെ വിശ്വാസം നമ്മൾ കാണേണ്ടത് നമ്മുടെ ജീവിതത്തിന്റെ ശോധനയിൽ നമ്മൾ ഏതവസ്ഥയിൽ നിൽക്കുന്നു. ഒരു ചെറിയ പ്രശ്നം വരുമ്പോൾ നമ്മൾ എങ്ങനെ നിൽക്കുന്നു? എൻ്റെ ദൈവത്തെ തള്ളി പറയുമോ? കർത്താവേ, 25 ചോദ്യം ചോദിച്ച് നമ്മൾ ദൈവത്തോട് മറുതലിച്ച് പറയുമോ? എന്തിനെനിക്കിത് തന്നു? എല്ലാ ആഴ്ചയും ഞാൻ പള്ളിയിൽ പോകുന്നതല്ലേ? നിന്റെ ദാസനായി ഞാൻ ജീവിക്കുന്നതല്ലേ? സാക്ഷ്യം പറയാത്ത ഒറ്റ ദിവസം പോലും ഉണ്ടോ? എന്നാൽ ദൈവം ഒരു കാര്യം പറയുന്നു, കഷ്ടതയുടെ നടുവിൽ ഞാൻ നടക്കുമ്പോൾ ഞാൻ നിന്നെ നടത്തും. കഷ്ടതയുടെ നടുവിൽ നീ നിൽക്കുമ്പോൾ എന്നോട് ചോദ്യം ചോദിക്കേണ്ട കാര്യമില്ല. നീ പ്രാർത്ഥിക്കുന്നത് നിന്നിലുള്ള എൻ്റെ പദ്ധതിയെ ചേഞ്ച് ചെയ്യിക്കാൻ വേണ്ടിയിട്ടല്ല, എൻ്റെ പദ്ധതി നിന്റെ ഉള്ളിൽ വെളിവായിട്ട് വരാൻ വേണ്ടിയാണ്. പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ ജീവിതത്തെ പറ്റിയുള്ള ദൈവിക പദ്ധതികളെ മാറ്റിമറിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. ദൈവമേ, ഇതെനിക്ക് വേണ്ട, എൻ്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കണം, എൻ്റെ ജീവിത പങ്കാളിയെ രക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ചില സാഹചര്യങ്ങളിൽ നമ്മൾ അങ്ങോട്ടിട്ട് കൊടുക്കുന്നതല്ല പ്രാർത്ഥന. പ്രാർത്ഥന എന്ന് പറയുന്നത് എന്നിലൂടെ, ഈ ജീവിതത്തിലൂടെ, ഒരമ്മ എന്ന നിലയിൽ, ഒരു ഭാര്യ എന്ന നിലയിൽ, ഒരു കുടുംബിനി എന്ന നിലയിൽ ഞാൻ എന്ത് ചെയ്തു തീർക്കണം, എന്ത് പദ്ധതിയാണ് നീ എന്നെ പറ്റി ആഗ്രഹിക്കുന്നത്, അത് എനിക്ക് വെളിവാക്കി തരുന്നതായിരിക്കണം എൻ്റെ പ്രാർത്ഥന. കർത്താവെ, അങ്ങനെയുള്ള ഒരു പ്രാർത്ഥന എൻ്റെ ഉള്ളിൽ നിന്ന് വരുവാൻ. ഈ ലോകത്ത് കഷ്ടതയില്ലാത്തതാരുമില്ല. പ്രിയ സഹോദരൻ നമ്മളെ ഓർമ്മിപ്പിച്ചു, നടുവില് കഷ്ടതയില്ലാതില്ല. ദൈവം തമ്പുരാൻ ഓരോന്ന് വേദനിച്ച് അടി കൊണ്ടപ്പോൾ കണ്ണുകൾ ഒരു കവിത ഇങ്ങനെ വായിക്കുകയുണ്ടായി. കർത്താവിൻ്റെ മാംസ കഷ്ണങ്ങൾ പിടിച്ചു നോക്കി ഒന്ന് അമർത്തി നോക്കിയാൽ അതിൽ നിന്ന് രക്തവും വരത്തില്ല, വെള്ളവും വരത്തില്ല. ആ ഒരു അവസ്ഥ എപ്പോഴാണെന്നറിയാമോ? അത് നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ഉള്ള ഒരു അവസ്ഥയാണ്. അത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അനുഭവിച്ച ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അങ്ങനെ അനുഭവിച്ച് നമ്മളെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ, ഈ കഷ്ടത നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ കഷ്ടതയുടെ നടുവിൽ എങ്ങനെ നമ്മൾ എന്ത് മനോഭാവമുള്ളവരായിരിക്കണം? എൻ്റെ കഷ്ടതയെ, എൻ്റെ പ്രതിസന്ധിയെ, എൻ്റെ ബുദ്ധിമുട്ടുകളെ, എൻ്റെ വേദനകളെ നീ ആർ എന്ന് ചോദിക്കാനുള്ള ധൈര്യം കാണിക്കണം. അടുത്ത വാക്യത്തിൽ പറയുന്നു, അത് സെരുബ്ബാബേലിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ നീ ആർ? നീ സമഭൂമിയായി തീരും. സമഭൂമിയായി തീരുമെന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? പ്രശ്നങ്ങൾ മാറും. അത് വളരെ കറക്റ്റാണ്. എന്നാൽ എന്തുകൊണ്ടാണ് അവിടെ നീ ഒരുപോലെ ആകുന്നില്ല? സമഭൂമി എന്ന് പറയുന്ന ഒരു വാക്ക് എന്തുകൊണ്ടാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ, നമുക്കറിയാം എറണാകുളത്ത് ഒരു ബിൽഡിങ് ഇങ്ങനെ റിമോട്ടൊക്കെ വെച്ച് 5, 3, 2 ഇങ്ങനെ വെച്ച് കത്തിച്ച്, അത് കത്തിയല്ല, അത് അപ്പോൾ തന്നെ താഴെ വീണു അല്ലേ? അപ്പോൾ ആ താഴെ വീണതിൻ്റെ പ്രത്യേകത എന്തുവാ? പൊടിയുണ്ട്, പിന്നെ അതിനകത്ത് ഇഷ്ടികയുണ്ട്, പിന്നെ അതിനകത്ത് എന്തൊക്കെ കമ്പികളുണ്ടോ അതെല്ലാം അവിടെ ഉണ്ടല്ലേ? എന്നാൽ പർവ്വത സമാനമായ ഒരു കെട്ടിടം, അല്ലെ നമ്മുടെ പ്രശ്നങ്ങളെ ഒരു പർവ്വതമാക്കി വെക്കുവാണെങ്കിൽ, തമ്പുരാൻ അവിടെ നിന്ന് റിമോട്ടിൽ അത് പ്രവർത്തിപ്പിക്കുവാണെങ്കിൽ, അത് പിന്നെ അവിടെ ചെല്ലുമ്പോൾ കല്ലിന്മേൽ കല്ല് അവശേഷിപ്പിക്കാതെ വലത് സൈഡിൽ എങ്ങനെയുള്ള ഭൂമിയായിരുന്നു, ഇടത് സൈഡിൽ എങ്ങനെയുള്ള ഭൂമിയായിരുന്നു, അതുപോലെ സമഭൂമിയാക്കി മാറ്റും. അവിടെ പിന്നെ ഒരു കണിക പോലും, ഒരു പ്രശ്നത്തിന്റെ ഒരു കണിക പോലും അവിടെ ബാക്കി കാണത്തില്ല. അങ്ങനെ ദൈവം തമ്പുരാൻ ഇറങ്ങി വന്ന് നമ്മളോട് ഇന്ന് ഉത്തരമായിട്ട് പറയുകയാണ്, സെരുബ്ബാബേലിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ നീ ആർ എന്ന് ചോദിച്ചു കഴിയുമ്പോൾ നമ്മുടെ തമ്പുരാൻ ഇറങ്ങി വന്ന് അതിനെ സമഭൂമിയാക്കും. വിശ്വസിക്കാൻ കഴിയുമോ? കർത്താവേ, ഇന്നെൻ്റെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ, ഇന്നെൻ്റെ ദേശം നേരിടുന്ന പ്രശ്നങ്ങളുടെ മധ്യത്തിൽ, വയനാട്ടിലെ അനേക ജീവിതങ്ങൾ മരവിച്ചിരിക്കുന്ന, ഇപ്പോഴ് മരിച്ചു പോയവരല്ല ശരിക്കും ശവങ്ങളെന്ന് വിളിക്കേണ്ടി, ഇപ്പൊ ജീവിച്ചിരിക്കുന്നവരെയാ ശവങ്ങളെന്ന് വിളിക്കേണ്ടത് അല്ലേ? അങ്ങനെ തോന്നാറുണ്ട്. കാരണം സ്വന്തക്കാരും ബന്ധക്കാരും ഒന്നുമില്ലാതെ, ഞാൻ എപ്പോഴും ഇപ്പോൾ ചെല്ലുന്ന എല്ലാ മെസ്സേജുകളിലും ഞാൻ പറയാറുണ്ട്, സ്വന്തക്കാരും ബന്ധക്കാരും വീട്ടുകാരും നാട്ടുകാരും ഒന്നുമില്ലാതെ എന്തോ ഒരു ജീവിതം. അങ്ങനെ ഒരു അവസ്ഥ വരുവാണെങ്കിൽ എൻ്റെ ആയിരുന്നു ആ അവസ്ഥയെങ്കിൽ ഞാൻ അതിനകത്തോട്ട് എടുത്തു ചാടുന്ന മിക്കവാറും ഞാൻ ചിന്തിക്കാറുണ്ട്. പക്ഷേ സാഹചര്യം അങ്ങനെ ചെയ്യത്തില്ല. നമ്മുടെ ദൈവത്തിന് വേണ്ടി നമ്മൾ ജീവിക്കണം, തന്ന ജീവിതത്തെ നമ്മൾ പൂർത്തീകരിക്കണം. എന്നാൽ അങ്ങനെ നമ്മുടെ മനസ്സിൽ മാനുഷികമായിട്ട് നമ്മൾ ചിന്തിക്കാറുണ്ട്. ആ സാഹചര്യങ്ങളിൽ സമഭൂമിയാക്കുന്ന ഒരു കർത്താവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയണം. ഇനി സെരുബ്ബാബേലിനോടുള്ള അടുത്ത ഒരു ഉറപ്പും കൂടെ കൊടുക്കുകയാണ്. അതിന്റെ 9-ാം വാക്യം, സെരുബ്ബാബേലിന്റെ കൈ ഈ ആലയത്തിന് അടിസ്ഥാനം ഇട്ടിരിക്കുന്നു.
അവന്റെ കൈ തന്നെ അത് തീർക്കും. സൈന്യങ്ങളുടെ യഹോവ എന്നെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് നീ അറിയും. ആമേൻ. സെരുബ്ബാബേലിന്റെ കൈ ഈ ആലയത്തിന് അടിസ്ഥാനമിട്ടു. കാരണം ഈ ആലയത്തിന് അടിസ്ഥാനമിട്ട് തുടങ്ങിയത് ഒരു സ്വപ്നവുമായിട്ട് ഇറങ്ങി തിരിച്ചതാ. ഒരു ആലയം പണിയണം. അപ്പൊ ഇതിന്റെ തുടക്കം ആരാ തുടങ്ങി വെച്ചത്? സെരുബ്ബാബേല. എന്നാൽ വിഷമിച്ചിരിക്കുന്ന സെരുബ്ബാബേലിനെ കണ്ട് കർത്താവ് പറഞ്ഞില്ല, നീ അങ്ങോട്ട് മാറിയിരി, നിന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ശരിയല്ല, മനോധൈര്യം എല്ലാം പോയി, അതുകൊണ്ട് മാറിയിരിക്കെ, ഞാൻ ഇതാ പുതിയൊരാളെ നിനക്ക് വേണ്ടി അയക്കുന്നു എന്ന് പറഞ്ഞില്ല. സെരുബ്ബാബേലിന്റെ കൈ ഈ ആലയത്തിന് അടിസ്ഥാനമിട്ടുവെങ്കിൽ അവന്റെ കൈ കൊണ്ട് തന്നെ ഞാനത് തീർക്കും. അങ്ങനെയാണെങ്കിൽ ദൈവസന്നിധിയിൽ ഒന്ന് താഴ്ത്തി പരമേൽപ്പിക്കണം. കർത്താവേ, എൻ്റെ ജീവിതത്തിന്റെ മേൽ പല പ്രാവശ്യങ്ങളിൽ ഞാൻ അടിസ്ഥാനം ഇട്ടിട്ടുണ്ട്. പകുതിയായപ്പോൾ ഞാൻ അവിടെ നിന്നു പോയിട്ടുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നിട്ടുണ്ട്. മുന്നോട്ട് നിന്ന് ശൂന്യതയുടെ അനുഭവത്തിൽ കർത്താവെ എന്ത് ചെയ്യും ഞാൻ, എങ്ങനെ ഇതിനെ ഒന്ന് നേരിടുമെന്ന് ചിന്തിക്കുന്ന സാഹചര്യത്തിൽ, നിന്റെ മുമ്പിലേക്ക് നോക്കി ഞാൻ പകച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ എനിക്ക് നീ തരുന്ന ഏറ്റവും വലിയ ഉറപ്പാണ്, നിന്റെ കൈ ഇതിന് അടിസ്ഥാനമിട്ടെങ്കിൽ നിന്റെ കൈ കൊണ്ട് തന്നെ ഞാനത് ചെയ്തു തീർക്കും. നമുക്ക് വിശ്വസിക്കാൻ മാത്രമാണ് ദൈവം തമ്പുരാൻ ഇങ്ങനെ വീണ്ടും 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 ആ സിമ്പിളായിട്ടുള്ള വാക്കുകളിലൂടെ പറഞ്ഞു തരുക. വലിയ വലിയ കാര്യങ്ങളും സാഹിത്യങ്ങളും ഒന്നുമില്ല. നിന്നെക്കൊണ്ട് അടിസ്ഥാനം ഇട്ടെങ്കിൽ നിന്റെ കൈ കൊണ്ട് ഞാൻ ചെയ്തു തീർപ്പിക്കും. അങ്ങനെയാണെങ്കിൽ വിശ്വസിക്കാൻ മനസ്സുണ്ടോ സ്നേഹമുള്ളവരെ? നമുക്ക് എൻ്റെ കയ്യിൽ നിന്ന് തുടങ്ങി വെച്ചതെല്ലാം എൻ്റെ ദൈവം തന്നെ അത് തീർത്തു തരും. എനിക്ക് ദൈവം തന്നിട്ടുള്ള കുഞ്ഞുങ്ങൾ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും, അവർക്ക് പഠിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടില്ലെങ്കിലും, എനിക്ക് എൻ്റെ ദൈവം എൻ്റെ കുഞ്ഞുങ്ങളെ തന്നിട്ടുണ്ടെങ്കിൽ എത്തേണ്ട സ്ഥാനത്ത് എത്തിച്ചിരിക്കും. ഇന്ന് കേരളത്തെ ഓർത്തും ദേശത്തെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ലഹരി ഉപയോഗം ഓർത്ത് അനേക മാതാപിതാക്കൾ പറയാറുണ്ട്. കുഞ്ഞുങ്ങളെ കൊണ്ട് ചേർത്തിട്ട് ഹൃദയവേദനയോടെ തിരിച്ച് ഇവിടെ ജോലിക്ക് വേണ്ടി വന്നിട്ടുള്ള മാതാപിതാക്കളുടെ സാക്ഷ്യം ഞാൻ കേട്ടിട്ടുണ്ട്. എന്തുറപ്പിന്മേൽ കൊണ്ടുവിട്ടെന്ന് അറിയത്തില്ല. ഹോസ്റ്റലിലൊക്കെ കൊണ്ടുവിട്ടിട്ട് ചങ്ക് പറഞ്ഞ വെളിയിലോട്ട് ഇറങ്ങി വരുന്നത്. എങ്ങനെയുള്ള കൂട്ടുകെട്ടുകളായിരിക്കും, എങ്ങനെയുള്ളവരുടെ നടുവിലേക്കാണ് അയച്ചു വിട്ടതെന്ന് ഒരുപാട് ഭാരത്തോട് ഒരുപാട് പേരൻസ് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവിടെ മുട്ടുമടക്കുമ്പോൾ അവിടെ കരുതുന്ന ഒരു ദൈവമുണ്ട്. ഇവിടെ മാതാപിതാക്കൾ ഒരുമിച്ച് മുട്ടുകുത്തുമ്പോൾ അവിടെ കരുതുന്നൊരു ദൈവമുണ്ട്. നമ്മുടെ കണ്ണിന് എത്തിപ്പെടാത്ത സാഹചര്യങ്ങളിലൊക്കെ ചെയ്യുന്നത് നമുക്ക് ദൈവം തന്നിട്ടുള്ളതാണെങ്കിൽ, നമുക്ക് ദൈവം തന്നിട്ടുള്ള ആലയങ്ങളാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. വളർത്താനായിട്ട് മാത്രം ദൈവം നമുക്ക് തന്നിട്ടുള്ളതാണ്, നമുക്ക് സന്തോഷിക്കാൻ തന്നിട്ടുള്ളത് നമ്മുടെ മുന്നിൽ നടക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ. ആ കുഞ്ഞുങ്ങളുടെ ഭാവി ഓർത്ത് ഭാരപ്പെടേണ്ട. നമ്മളെ കൊണ്ട് ഈ കുഞ്ഞുങ്ങളെ തരാൻ കഴിവുണ്ടെങ്കിൽ അതിൻ്റെ നല്ല ഭാവിയും കർത്താവ് ഉദ്ദേശിക്കുന്ന രീതിയിൽ അവിടെ പണിയപ്പെടും. ഏത് സ്ഥാനത്താണോ കർത്താവ് അറിയാതെ അല്ലല്ലോ എൻ്റെ കുഞ്ഞിനെ അവിടെ കൊണ്ട് ചേർത്തത്. എത്രയോ കോളേജുകളിൽ അഡ്മിഷൻസ് ഉണ്ട്, എത്രയോ കോളേജിലുണ്ട്. ഇവിടെ സെലക്റ്റഡ് ആയിട്ട് കൊണ്ടുവന്ന് വിട്ടത് എന്തുകൊണ്ടാണ്? അവിടെ ആദ്യമേ ഒരു ദൂതനെ വെച്ചിട്ടുണ്ട്. മറിയ, മദ്ഗൽക്കാരത്തി മറിയും മറ്റേ മറിയും കൂടെ ദൈവസന്നിധി, തമ്പുരാന്റെ സന്നിധി സുഗന്ധദ്രവ്യം ഇടാനായിട്ട് പോയി അല്ലേ? അന്നത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുവാണെങ്കിൽ അവിടെ സാഹചര്യമില്ല. കാര്യം സ്ത്രീകൾ ആ സമയത്ത് ഇറങ്ങി നടക്കത്തില്ല. സ്ത്രീകൾക്ക് ഇറങ്ങി നടക്കാൻ കഴിയത്തില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, അവരുടെ തലവനായിരുന്നു, അവരുടെ നേതാവായിരുന്നു ദൈവം തമ്പുരാൻ അല്ലേ? കർത്താവിനെയാണ് കുരിശിൽ തറച്ചത്. അത് മൃഗീയമായി ലോകം കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ പീഡനത്തിനിരയായ ആളാണ് യേശുക്രിസ്തു. അങ്ങനെ നടന്ന് ആ ദൈവം പോയി. അപ്പം നമ്മുടെയും ജീവൻ അപഹരിക്കപ്പെടുമോ എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. എന്നാൽ ആ ഒരു ചിന്തയെ മറികടന്ന് സുഗന്ധദ്രവ്യം ഇടാനായിട്ട് പോകുമ്പോൾ അവിടെ ചെന്ന് പരസ്പരം സംസാരിക്കുന്നുണ്ട്. നമുക്ക് വേണ്ടി ഈ കല്ല് ഉരുട്ടി മാറ്റും. വേദനയുടെ മധ്യത്തിൽ പലപ്പോഴും നമ്മൾ ഇതേ അവസ്ഥ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. ആ കല്ല് തന്നെയാണ് ഇവിടെ ഒരു പർവ്വതം പോലെ പറഞ്ഞിരിക്കുന്നത് അല്ലേ? റോയൽ സാമ്രാജ്യം, ഇമ്പീരിയൽ മുദ്ര വെച്ച് അവിടോട്ട് ആരും കയറാതിരിക്കാൻ വേണ്ടി നിൽക്കുക. കാര്യം ഒരു പേടിയൊക്കെ ഉണ്ട്. പറഞ്ഞിട്ട് പോയായിരുന്നു 3-ാം ദിവസം ഉയർത്തെഴുന്നേക്കുമെന്ന്. എവിടെയൊക്കെയോ സത്യമുണ്ടെന്നുള്ളത് പതുക്കെ തിരിച്ചറിഞ്ഞു വന്നു. അതുകൊണ്ട് ആൾക്കാരെ നിർത്തിയേക്കുക. എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ മരിച്ചു കഴിഞ്ഞിട്ട് കുറച്ചു പേരെ പടയാളികളെ നിർത്തുന്ന ഇനി എണ്ണീച്ച് വരുമോ എന്ന് പേടിച്ച്? പക്ഷെ ഒരു പേടി അവിടെ ഉണ്ടായി. ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് ശത്രുവിന് വരെയും തിരിച്ചറിഞ്ഞ സമയമായിരുന്നു. അങ്ങനെ നിർത്തിയിരിക്കുന്നവരുടെ മധ്യത്തിൽ ഈ കല്ല് നമുക്ക് വേണ്ടി ഉരുട്ടി മാറ്റുമെന്ന് ചിന്തിച്ച സാഹചര്യത്തില് ദൂതനെ ഇറക്കി വിടുവിച്ച ഒരു തമ്പുരാൻ നമ്മുടെ മധ്യത്തിലുണ്ട്. ഏറ്റെടുത്ത് ദൈവസന്നിധിയിൽ നിന്നൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ദൈവമേ, ഈ വചനം എന്നെ കേൾപ്പിച്ചു. എന്തിനു വേണ്ടി ഞങ്ങളെ കേൾപ്പിച്ചു? ഇന്ന് എൻ്റെ ജീവിതത്തിന്റെ മധ്യത്തിൽ സൈന്യത്താലെ അല്ല, ശക്തിയാലെ അല്ല, എൻ്റെ ആത്മാവിനാലത്രേ എന്നെനിക്ക് എഴുന്നേറ്റ് പറയുവാൻ. സെരുബ്ബാബേലിന്റെ മുമ്പിൽ നിന്ന മഹാപർവ്വതം പോലെ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതം എന്താണ് നിന്ന് കിടക്കുന്നതിന് മുമ്പൊന്ന് ചിന്തിക്കണം. എന്താണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതം? ആദ്യം അതിനെ തിരിച്ചറിയണം. എൻ്റെ മുന്നിൽ ഭാരമായിട്ട് നിൽക്കുന്നതിനെ എല്ലാം ഒരു പേപ്പറിലോട്ട് അങ്ങ് എഴുതി വെക്കണം. അത് കഴിഞ്ഞിട്ട് അതിനോട് പറയണം, ഇത് സമഭൂമിയായിത്തീരും. കല്ലിന്മേൽ കല്ലവശേഷിപ്പിക്കാതെ ഇത് സമഭൂമിയായിത്തീരും.
അതിൻ്റെ മധ്യത്തിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത് എൻ്റെ സ്വന്തം കണ്ണാൽ ഞാൻ കാണും. എൻ്റെ കൈകൾ കൊണ്ട് തന്നെ ഞാനത് ചെയ്തു തീർക്കും. എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് നെയ്ബറിനെ കൊണ്ട് തീർക്കുന്ന ദൈവമല്ല. അതും കഴിഞ്ഞിട്ട് മുന്നോട്ട് പോകുന്നു. അവൻ്റെ കൈ തന്നെ അത് തീർക്കും. അതിൻ്റെ 9-ാം വാക്യം ഒടുവിൽ വായിക്കുന്നു, സൈന്യങ്ങളുടെ യഹോവ എന്നെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് നീ അറിയും. ഇതെന്തിനാ വീണ്ടും എടുത്തു പറഞ്ഞേ? കാര്യം യഹോവ തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യിപ്പിക്കുന്നതെന്നറിയാം. എന്താണ്? ഒരു പ്രാവശ്യം കൂടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ഒരു പ്രാവശ്യം കൂടി ദൈവത്തെ സ്നേഹിക്കുവാൻ. ഓരോ ദിവസവും നമ്മൾ പുറകോട്ട് പോകുമ്പോൾ ഓരോ ശോധനകൾ തരുമെങ്കിലും സൈന്യങ്ങളുടെ യഹോവ ഞാൻ തന്നെ നിന്റെ അടുക്കൽ വന്നു എന്നുള്ളത് വീണ്ടും വീണ്ടും ഉറപ്പിക്കും. അതുപോലെയുള്ള പ്രാർത്ഥനാ ഗ്രൂപ്പുകളാണ് ദൈവം തമ്പുരാൻ നമുക്ക് നൽകിയിട്ടുള്ളത്. അടുത്ത സമയത്ത് എൻ്റെ ഒരു കുടുംബത്തിലൊരു ചേച്ചി കുറേ നാളായിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവും പിന്നെ ഒരു ബന്ധമില്ല, ഇടയ്ക്ക് ഫേസ്ബുക്കിലൊക്കെ കാണും, അങ്ങനെയുള്ളൂ. ചേച്ചി എൻ്റെ വാട്സപ്പ് നമ്പറൊക്കെ പരസ്പരം ഷെയർ ചെയ്തിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു ഖത്തറിലൊരു സൂം മീറ്റിങ്ങിൽ സംസാരിച്ചപ്പോൾ വെറുതെ ചേച്ചിക്ക് ആ ഫ്ലയർ ഒന്ന് ഇട്ട് കൊടുത്തു. ആ ചേച്ചി അതിൽ കയറി, ഭയങ്കര സന്തോഷം. ഒത്തിരി നാളുകൾക്ക് ശേഷം ഞങ്ങൾ കണ്ടു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പറഞ്ഞ ഒരു സാക്ഷ്യം ഇപ്രകാരമായിരുന്നു. US-ലാണ്. പപ്പ മരിച്ചുപോയി, മമ്മിയും കൂടുണ്ട്, ആ ചേച്ചിയുടെയും ഭർത്താവിൻ്റെയും കൂടെ. അവിടെ അവർക്കൊരു മലയാളി ഇല്ല സംസാരിക്കാൻ. അല്ല, എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഒരു മലയാളി എന്ന് തോന്നിക്കഴിഞ്ഞാൽ അമ്മമ്മ പെട്ടെന്ന് പോയി സംസാരിക്കും അത് മലയാളിയാണെന്ന്. പക്ഷെ അല്ലായിരിക്കും. ഒരു മലയാളി ഇല്ല. ഒരാലയം കുറേ ദൂരങ്ങൾ പോയാൽ മാത്രമേ ഉള്ളൂ. ഭർത്താവ് മരിച്ചുപോയി, ഒറ്റയ്ക്ക് നാട്ടിൽ താമസിക്കുവാനുള്ള സാഹചര്യമില്ല. മക്കൾക്ക് അവിടെ ഇരുന്നാൽ ടെൻഷൻ, അമ്മ ഒറ്റയ്ക്കേ ഉള്ളൂ. അമ്മയ്ക്ക് ഇവിടെ ഇരുന്നാൽ ടെൻഷൻ, മക്കൾ അടുത്തില്ല. അങ്ങനെ അവർ ഒരുമിച്ചെങ്കിലും പ്രത്യേക സാഹചര്യങ്ങളിലേക്ക് മാറ്റപ്പെട്ടെങ്കിലും ഒരു യോഗം കൂടാനും അവരുടെ ജീവിതം തന്നെ മാറ്റിമറിഞ്ഞ ഒരവസ്ഥയാണ് ആ US-ൽ. നമ്മൾ ഓർക്കും അവിടെ ഭയങ്കര സാഹചര്യങ്ങളാണ്, കനാൻ ദേശം പോലുള്ള പാലും തേഴും ഒഴുകുന്ന ഒരു ദേശമാണെന്ന് നമുക്ക് ചിന്തയുണ്ട്. എന്നാൽ അതൊക്കെ ശരിയാണ്. പക്ഷേ ആ വ്യക്തി, ഈ ആൻറ്റിയെ സംബന്ധിച്ച് അവിടെ നിന്നും അങ്ങ് മാറ്റി മറിക്കപ്പെട്ടു. ആ ജീവിച്ചു വന്ന ആ കേരളവും അവിടെ റിട്ടയർ ആയതും, അത് ടീച്ചറായിരുന്നു, അവിടെ വന്നതും ആ പിള്ളേരും വല്ലപ്പോഴും ഒക്കെ കാണുന്ന ആ സന്തോഷങ്ങളൊന്നുമില്ല. അനേക ദിവസങ്ങൾക്ക് ശേഷം എന്നോട് പറഞ്ഞു, നാട്ടിലെ പോലെ ഒരു യോഗത്തിൽ അല്ലെ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുവാൻ സാധിച്ചു. എൻ്റെ മനസ്സ് നിറഞ്ഞു എന്നാ പറഞ്ഞേ. അനുഗ്രഹിക്കപ്പെട്ട മധ്യസ്ഥ പ്രാർത്ഥന. അങ്ങനെയാണെങ്കിൽ നമ്മൾ അങ്ങനെയുള്ളവരെ കമ്പയർ ചെയ്ത് നോക്കിയാൽ നമ്മൾ എത്ര ഭാഗ്യമുള്ളവരാണ്. നമുക്ക് പാടാൻ കഴിഞ്ഞു, ലോകം പാപം പിശാച് എന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല, അങ്ങേ ചിറകിൻ മറവിലാണ് ഞാൻ, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അങ്ങനെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചവരോട്, വിഷമത്തിലും പ്രയാസത്തിലും ആയിരിക്കുന്നവരോട് ദൈവം തമ്പുരാൻ പറയുന്നു, പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് ദൈവസന്നിധിയിലെ ശക്തി മനസ്സിലാക്കിക്കൊണ്ട് ദൈവം സമഭൂമിയാക്കാൻ പോകുന്ന ആ മഹത്വത്തിലേക്ക് ഇറങ്ങി വരുവാൻ തക്കവണ്ണം, ദൈവമായ കർത്താവ് തന്നെ ഇത് ചെയ്തു തരുന്നു എന്ന് കാണുവാൻ തക്കവണ്ണം ഒരുങ്ങുവാൻ തയ്യാറാണോ? അങ്ങനെയുണ്ടെങ്കിൽ ആ അധ്യായം 4-ാം അധ്യായം അവസാനം ഇപ്രകാരം അവസാനിക്കുന്നു. രണ്ട് അഭിഷിക്തന്മാർ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞുള്ള ആ ഒരു ദർശനത്തിനകത്ത് 2 വിളക്ക് തണ്ട, ഒലിവ് മരം, അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിൻ്റെ ഒടുവില് അവൻ നിന്നോട് ഇതെന്താകുന്നു കർത്താവേ എന്ന് ചോദിച്ചതിന് ഇല്ല യജമാനെ എന്ന് ഞാൻ പറഞ്ഞു. വീണ്ടും മനസ്സിലാകാത്ത ഒരു ദർശനം പറഞ്ഞപ്പോൾ അതിൽ പറയുന്നു, അവൻ സർവ്വഭൂമിയുടെയും കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്ന 2 അഭിഷിക്തന്മാർ എന്ന് പറഞ്ഞു. ഈ 2 അഭിഷിക്തന്മാർ ആരൊക്കെയാണെന്ന് അറിയാമോ? ഒന്ന് സെരുബാബേൽ, രാഷ്ട്ര നേതാവ്. ആ സമയത്തെ മത നേതാവായിരുന്നു യോശുവ. ഇവർ രണ്ടും കൂടെ ചേർന്നുകൊണ്ടാണ് ആലയം പണിയാൻ ഇറങ്ങി തിരിച്ചത്. സർവ്വഭൂമിയുടെയും കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്ന 2 അഭിഷിക്തന്മാർ. അപ്പോൾ അവരെവിടെ എത്തിച്ചേർന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. കർത്താവിന്റെ സന്നിധിയിൽ കർത്താവിന്റെ അഭിഷിക്തനായിട്ട് ഇറങ്ങി തിരിച്ചു. എവിടെ നിന്ന് തുടങ്ങി എവിടെ ദൈവം പൂർത്തീകരിപ്പിച്ച് ചെന്നു. അഭിഷിക്തനായിട്ട് ഇറങ്ങി തിരിച്ചു, വിശ്വാസിയായിട്ട് ഇറങ്ങി തിരിച്ചു, നല്ലൊരു കുടുംബത്തെ തന്നു, കുഞ്ഞുങ്ങളെ തന്നു. അതിനകത്തെ കുറവുകൾ കണ്ടുപിടിച്ചുകൊണ്ട്, കർത്താവെ ഇതിനിന്ന കുറവുണ്ട്, ഞാൻ ഇന്നയാളിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ എനിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞ് നോക്കിയിരിക്കാനല്ലാതെ കർത്താവിന്റെ സന്നിധിയിൽ അഭിഷിക്തനായിട്ട് ചെല്ലണമെങ്കിൽ ഈ കഷ്ടതകളെല്ലാം കടന്നു പോകണം. അതിന് ദൈവത്തിന്റെ ആത്മാവിനെ നമ്മളിലേക്ക് അയച്ചു തന്നിരിക്കുകയാണ്. ഇനിയും ഈ പുതിയ നിയമത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വന്നാൽ അതിനകത്ത് നമ്മൾ മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 25-ാം വാക്യം 25 അതിൽ നമ്മൾ അറിയാവുന്നതാണ്, പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. 25-ാം വാക്യത്തിൽ ഇങ്ങനെയുണ്ട്, 12 സംവത്സരമായിട്ട് രക്തസ്രാവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയോന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായിരുന്ന ഒരു സ്ത്രീ യേശുവിന്റെ വർത്തമാനം കേട്ടു.
അവന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് പുരുഷാരത്തിൽ കൂടി പുറകിൽ വന്നവന്റെ വസ്ത്രം തൊട്ടു. ക്ഷണത്തിൽ അവളുടെ രക്തസ്രവം നിന്നു, ബാധ മാറി, താൻ സ്വസ്ഥയായി എന്നവൾ ശരീരത്തിങ്കൽ അറിഞ്ഞു. ഇതുപോലെ തന്നെ നമ്മൾ ഈ സെരുബ്ബാബേലിന്റെ കഥ പറഞ്ഞു, ആലയം പണിയാനായിട്ട് ഇറങ്ങി തിരിച്ച്. അതുപോലെ പുതിയ നിയമത്തിലോട്ട് നമ്മളൊന്ന് നോക്കുവാണെങ്കിൽ അവിടെ നമുക്കറിയാവുന്ന, എല്ലാവർക്കും അറിയാവുന്ന കഥയാണ്. ഈ കഥയല്ല, സംഭവമാണ് രക്തസ്രാവക്കാരിയായ സ്ത്രീയുടെ കാര്യം. അവിടെ വിവരിച്ച് പറഞ്ഞിട്ടുണ്ട്. 12 വർഷം ഒരേ അസുഖത്തിന് അഡിക്റ്റ് ആണെങ്കിൽ ആ വ്യക്തിയുടെ അവസ്ഥ എന്തുമായിരിക്കും? ഒരു പനി ആയിക്കോട്ടെ, ഒരു ചെറിയ പനി ആയിക്കോട്ടെ, 12 വർഷം അഡിക്റ്റ് ആണ് ആ ഒരു പനിക്ക്, കണ്ടിന്യൂസ് പനിയാണ്. അപ്പോൾ എന്തായിരിക്കും അവസ്ഥ? അതുപോലെ ക്ഷീണിതയായിരിക്കും, അല്ലേ? അതുപോലെ മനസ്സുകൊണ്ട് ഹൃദയം ചതഞ്ഞിരിക്കുന്ന അവസ്ഥയായിരിക്കും. കാര്യം ഇതിൽ നിന്ന് എനിക്കൊരു രക്ഷയില്ല. അതുപോലെ ശരീരം കൊണ്ട് അതിലും വേദനയിലായിരിക്കാം. അങ്ങനെയുള്ള ഒരു സ്ത്രീയാണ് ദൈവം വരുന്നു എന്ന് കേട്ടിട്ട് എന്ത് ചെയ്തത്? ഇറങ്ങിത്തിരിച്ചത്. ഒരു പക്ഷേ സാഹചര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗുരുവിന്റെ അടുത്ത് ഒരു സ്ത്രീക്ക് നിൽക്കാൻ പറ്റത്തില്ല. ഇനി അസുഖം വേണമെന്നൊന്നുമില്ല. അന്നത്തെ സമയത്ത് ഒരു ഗുരു ഒക്കെ നടന്നു പോകുമ്പോൾ ഓടി അങ്ങോട്ട് ചെല്ലാനൊന്നും വലിയ അനുവാദമൊന്നുമില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂനിയാണോ അല്ലെ എങ്ങനെയാണോ, എങ്ങനെ ഏന്തി വലിഞ്ഞാണെങ്കിലും അവിടെ ചെല്ലണം എന്നുള്ള ആ ഒരു വിശ്വാസം, അങ്ങനെയുള്ള ഒരു എഫേർട്ട് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മള് ഒരു സ്ഥലത്തിരുന്നിട്ട് ഇപ്പൊ എന്നെ ദൈവം ഇങ്ങോട്ട് കൊണ്ടുവരും, അങ്ങനെയല്ല. ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളെല്ലാം പ്രാർത്ഥനയോടെ ചെയ്തു തീർക്കണം. ഇന്നലെ വരെ ചെയ്തു തീർത്ത ഉത്തരവാദിത്തങ്ങൾ ചിലപ്പോൾ ഇന്ന് നമുക്ക് ഭാരമായിട്ട് തോന്നാം. അങ്ങനെയുള്ള സമയത്ത് അവിടെ നമ്മൾ മുട്ടുകുത്തണം. ആ സമയത്ത് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ വളരെ പറയാൻ പറ്റുന്ന ഒരു ഉദാഹരണം, അതായത് +2 പഠിക്കുന്ന സമയത്ത് കെമിസ്ട്രിയുടെ പിറ്റേ ദിവസം കെമിസ്ട്രിയുടെ ലാബ് എക്സാമാണ്. സോൾട്ടും എല്ലാം നല്ല രീതിയിൽ പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു സമയം. അത് വളരെ പ്രാക്ടിക്കലിനാണല്ലോ മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്ത് തൊട്ടപ്പുറത്തെ വീട്ടിലെ അമ്മച്ചി മരിക്കുന്നു. വളരെ സ്നേഹമുള്ള ഒരു അമ്മച്ചിയാണ്. അപ്പോൾ അമ്മച്ചി മരിച്ചപ്പോൾ മക്കളൊക്കെ വന്ന് കണ്ടിട്ട് ജസ്റ്റ് അങ്ങോട്ട് പോയതേ ഉള്ളൂ. പലരും ട്രെയിനിലും ഫ്ലൈറ്റിലും ഒക്കെ ആയിരിക്കുന്ന സമയത്താണ് അമ്മച്ചി ഇവിടെ മരിക്കുന്നത്. ആരുമില്ല. ആ ഒരു സാഹചര്യത്തിൽ അമ്മച്ചിക്ക് ഇച്ചിരി ഭേദമാകുന്ന കണ്ടിട്ടാണ് ഈ മക്കൾ പോയതും. ആ ഒരു സാഹചര്യത്തിൽ അന്ന് ഈ പറയുന്ന പോലെ മൊബൈൽ മോർച്ചറിയിലൊന്നും കൊണ്ടുവെക്കുന്ന ഒരു സാഹചര്യമില്ല. രാത്രി മുഴുവൻ വെക്കും. അതല്ലേ നമ്മുടെ നാട്ടിലെ ആ സമയത്തെ. അപ്പോൾ ഞാൻ, എൻ്റെ ചേച്ചിമാര്, എൻ്റെ ബ്രദർ, ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് പാട്ടുപാടി. ഞങ്ങൾ 4 പേര് ഇരിക്കുമ്പോൾ തന്നെ ഒരു ഗായക സംഘത്തിനുള്ള ആളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രാത്രി മുഴുവൻ ഇരുന്ന് നവ യെരൂശലേം പാർപ്പിടം തന്നിലെ വാസം ഓർക്കുമ്പോൾ എല്ലാം വളരെ ആത്മാവിൽ പാടിക്കഴിഞ്ഞ് രാവിലെ ഒരു 6 മണിയായപ്പോൾ പിറ്റേ ദിവസം ലാബ് എക്സാമാണ്. ഈ സോൾട്ട് എല്ലാം അങ്ങ് പോയി. ബാക്കി ഈ പ്രത്യാശയും ഈ സോങ്ങും എല്ലാമേ എൻ്റെ മനസ്സിലുള്ളൂ. പെട്ടെന്ന് എന്ത് ചെയ്യണം? ഞാനിപ്പം വീട്ടിൽ മമ്മി ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട്, അപ്പോൾ പരീക്ഷയാണ്, പോയി കിടന്ന് ഉറങ്ങണമെങ്കിൽ കുറച്ച് സമയം ഉറങ്ങണം. ഓ വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ ഉപദേശി ആ വഴിക്ക് വന്നു. ഉപദേശി ഇങ്ങനെ പറയുകയുണ്ടായി, പരീക്ഷയാണല്ലേ എന്ന് പറഞ്ഞു. അന്ന് പറഞ്ഞു, ഉപദേശി ഒരു സത്യം പറയട്ടെ, ഒന്നും എൻ്റെ മനസ്സിലില്ല, എല്ലാം ശൂന്യമാണ്, ഒന്നുമില്ല, ഞാൻ എങ്ങനെ പോയി പരീക്ഷ എഴുതുന്നു? അപ്പോൾ ഉപദേശി പറഞ്ഞു, ഏറ്റവും അറിയാവുന്ന ഒരു എണ്ണം പഠിച്ചിട്ട് പോകും. എല്ലാം അറിയാവുന്ന എനിക്കറിയാം, എല്ലാം നോക്കാനുള്ള സമയം ഇനി നമ്മുടെ മുമ്പിലില്ല. ഒരെണ്ണം പഠിച്ചിട്ട് പോവുക, ചെല്ലുന്ന പറഞ്ഞ് നോക്കിക്കോ, അത് തന്നെ കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ ലാബിൽ പോയി ഉറക്കത്തിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ഉപദേശി പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഏറ്റവും വായിച്ചുകൊണ്ട് പോയ ആ ഒരു എക്സ്പെരിമെൻ്റ് തന്നെ എനിക്ക് കിട്ടി. അത് ഞാൻ വേഗത്തിൽ എഴുതിയെന്ന് മാത്രമല്ല, എൻ്റെ കൂടെയുള്ള ഒരു കുട്ടി, ആ കുട്ടിക്ക് നമ്മുടെ മാർഗം ചേർന്ന് ക്രിസ്ത്യാനി ഇതിലേക്ക് വന്ന ഒരു ആള്, വളരെ വിശ്വാസം, നമ്മളിലൊക്കെ ഒരുപാട് വിശ്വാസമുള്ള ഒരു കുട്ടി, പെട്ടെന്നൊരു ഗ്യാസിൻ്റെ പ്രശ്നം കൊണ്ട് ഒരു നെഞ്ചിനകത്ത് വേദന പോലെ വന്നു. പരീക്ഷ എഴുതാതിരിക്കാനുള്ള അവസ്ഥ. അപ്പോൾ വന്ന ടീച്ചർ നല്ലതായിരുന്നു. ആ ടീച്ചർ പറഞ്ഞു, ആരെങ്കിലും ഈ കുട്ടി പറഞ്ഞു തരും ഇരുന്നുകൊണ്ട്, ജസ്റ്റ് ഒരു മെഡിസിൻ കൊടുത്തിട്ടുണ്ട്, എഴുതി കൊടുക്കാൻ. അപ്പോൾ ഇവള് പറഞ്ഞു തന്നിട്ട്, അപ്പം ഞാൻ മുന്നോട്ട് വന്നു. എൻ്റേത് ഞാൻ പെട്ടെന്ന് എഴുതിയല്ലോ. മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു തന്നു. വളരെ മിടുക്കി, എന്നെ പോലെ ഒന്നും എല്ലാവരും കുറച്ചുകൂടെ നല്ല മിടുക്കിയായിട്ടുള്ള കൊച്ചു. ഇവള് പറഞ്ഞു തന്ന തറന്ന് എഴുതണം ഞാൻ. ഇത്രയ്ക്ക് സമയമേ ഉള്ളൂ. അവൾ പറയുന്നതിന് മുമ്പേ ഞാൻ അത് എഴുതി തീർത്തു. കാര്യം ഇത് പറഞ്ഞു വന്നപ്പോൾ എൻ്റെ ആ പഴയ ഓർമ്മ തിരിച്ചു കിട്ടി. ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ എന്തിനു വേണ്ടി പോയോ, ഒരു സോൾട്ട് പഠിച്ച് അത് തന്നെ വരണം, ആ എക്സ്പെരിമെൻ്റ് തന്നെ വരണം എന്ന് പറഞ്ഞ് അതും എഴുതിപ്പിച്ച് എൻ്റെ കൂടെ കൂടുന്ന കളിക്കൂട്ടുകാരിയായി നിന്ന അതിൻ്റെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലും എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച് തീർത്ത ഒരു നല്ല ദൈവമുണ്ട്. എൻ്റെ ഒട്ടും ഇതിനകത്തൊരു അതിശയോക്തി ഇല്ല. ഇപ്പോഴും ഞങ്ങൾ 2 പേരുമുണ്ട്. ഒട്ടും അതിശയോക്തി ഇല്ലാതെ പറഞ്ഞ കാര്യമാണ്. എന്നാൽ നമ്മൾ ദൈവത്തിൻ്റെ ഇതെന്ന് ഞാൻ എന്തിനു വേണ്ടി പറഞ്ഞു? പലപ്പോഴും ഞാൻ ഈ ഭാഗങ്ങളിൽ വായിക്കുന്ന ഉടനെ ഞാൻ എപ്പോഴും ചിന്തിക്കും, അന്നിങ്ങനെ പറഞ്ഞിരുന്നു ആ ഉപദേശി, അഥവാ ഞാൻ പറഞ്ഞതുപോലെ സംഭവിച്ചാൽ പേന താഴെ ഇട്ടിട്ട് താഴെ എടുക്കുന്ന പേന എടുക്കുന്ന രീതിയിൽ പതുക്കെ മുട്ടുമേ നിന്ന് പറയണം, ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. അത് തന്നെ ഞാൻ അതവിടെ ചെയ്തു. പേന താഴെ വീണതുപോലെ കാണിച്ചില്ലെന്ന് മാത്രമല്ല, ഞാനൊന്ന് മുട്ടുകുത്തി. അവിടെ ആർക്കും കാണാത്ത വിധത്തിൽ പെട്ടെന്ന് ആ ലാബിൽ ഞാനൊന്ന് മുട്ടുകുത്തി.
കർത്താവേ, ഞാൻ എന്തിനു വേണ്ടി ആഗ്രഹിച്ചോ, ഞാൻ എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചോ, വലിയ ബ്രില്യൻ സ്റ്റുഡൻറ്റ് 95% കിട്ടുന്ന സ്റ്റുഡൻ്റ് ഒന്നും ആയിരുന്നില്ല. ഒരു ആവറേജ് സ്റ്റുഡൻ്റ്, എല്ലാം ഒന്ന് തൊട്ട് തടവി പോകുന്ന ആളെ ആയുള്ളൂ. എന്നാൽ എന്നെയും കൊണ്ട് എൻ്റെ എക്സ്പെരിമെൻ്റ് മാത്രമല്ല, എൻ്റെ കൂട്ടുകാരിയുടെ എക്സ്പെരിമെൻറ്റും എന്നെയും കൊണ്ട് എഴുതി തീർത്ത് നല്ല മാർക്ക് മേടിച്ചു കൊടുക്കുവാൻ പറ്റിയ ഒരു ദൈവം തമ്പുരാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആ ഒരു എഫേർട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണോ അത് നമ്മളെ കൊണ്ട് തന്നെ ചെയ്ത് തീർപ്പിച്ചെടുക്കും. ഇവിടെ രക്തസ്രാവക്കാരി സ്ത്രീ ഒരു സാഹചര്യങ്ങളും ഇല്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഏന്തി വലിഞ്ഞ് അവിടെ ചെന്നിട്ട് കർത്താവിന്റെ സന്നിധിയിൽ ചെന്ന് കർത്താവിന്റെ വസ്ത്രത്തിൽ തൊട്ടു. ക്ഷണത്തിൽ തന്നെ ആ വിശ്വാസത്തിന്മേൽ അവിടെ ഒരു ദൈവമഹത്വം വെളിപ്പെടുവാൻ സാധിച്ചു. ഇതുപോലെ തന്നെ ജീവിതത്തിന്റെ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും ബുദ്ധിമുട്ടുകളിലും പല പല സാഹചര്യങ്ങളിൽ ഇരിക്കുന്ന നമുക്ക് ദൈവം തമ്പുരാൻ ഈ 3 ഉറപ്പ് നൽകുമ്പോൾ എന്തിനു പിന്നെ നമ്മൾ വിഷമിക്കണം? എന്തിനു നമ്മൾ ഭാരപ്പെടണം? ചുറ്റുപാട് നടക്കുന്നത് കണ്ട് കൂടെയുള്ളവരൊക്കെ സംസാരിച്ച് കഴിയുമ്പോൾ നമ്മുടെ ദേശത്ത് എന്തുവായി നടക്കുന്നത്, ഇന്ന് നടക്കുന്നത് ഇതല്ല, നാളെ നടക്കുന്നതാ, എല്ലാവരും ഇങ്ങനെ പറയും അല്ലേ? അങ്ങനെ നെഗറ്റീവ്, അത് അവർ നെഗറ്റീവ് പറയല്ല, അവർ നമ്മളോട് ഷെയർ ചെയ്യുന്നതാ. അങ്ങനെ പറയുന്നവരോടും നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് എന്തായിരിക്കണം, നമ്മളിൽ നിന്നുള്ള റെസ്പോൺസ് എന്തായിരിക്കണം? അതിന് സാത്ത് ചേർന്ന് ശരിയാ, ഇന്നലെ ഇത് സംഭവിച്ചു, ഇന്നലെ ഇത് ഇങ്ങനെ ജീവിക്കാനാണെന്നുള്ളതല്ല. നമുക്ക് വേണ്ടി നമ്മളെ പറിച്ച് മാറ്റി നിർത്തി തന്ന ഒരു ദൈവമുണ്ട്. അതിൻ്റെ യഥാർത്ഥ ഉദാഹരണമാണ് കൊറോണ സമയത്ത് സൂം പോലൊരു പ്ലാറ്റ്ഫോം വന്നതല്ലേ. ആ സമയത്ത് എല്ലാവരും വീടുകളിൽ വിഷമിച്ച് പ്രയാസപ്പെട്ട് എങ്ങോട്ടും ഇറങ്ങാൻ പറ്റത്തില്ല, പരസ്പരം തൊടാൻ പോലും പേടിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ സൂം പ്ലാറ്റ്ഫോമിലൂടെ ദൈവം തമ്പുരാൻ തൻ്റെ വചനം ലോകത്തിന് മുഴുവൻ വ്യാപിച്ചു കൊടുത്തു. ഇത്ര വലിയൊരു സ്നേഹം നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അങ്ങനെയെങ്കിൽ ഈ സമയത്ത് സെരുബാബേലിനോടുള്ള അറിയിപ്പ് നമ്മൾ മാറ്റിവെക്കുന്നു. അത് ആ കാലത്ത് ചെയ്ത ഇത് നമ്മളോടുള്ള അറിയിപ്പാണ്. ആദ്യത്തെ അറിയിപ്പ് എന്തായിരുന്നു? സൈന്യത്താലെ അല്ല, ശക്തിയാലെ അല്ല, എൻ്റെ ആത്മാവിനാൽ ഞാൻ ഇതൊക്കെ നിന്നിലൂടെ സാധിപ്പിച്ചെടുക്കും. രണ്ടാമത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു? സെരുബാബേലിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതത്തോട് ചോദിച്ചതുപോലെ നാമും ചോദിക്കണം, എൻ്റെ ജീവിതത്തിലെ വലിയ പ്രശ്നങ്ങളെ നീ ആർ? എൻ്റെ ദൈവമായിട്ട് തുലനം ചെയ്തു നോക്കിയാൽ നീ ഒന്നുമല്ല. ഒന്നും പറയുവാനായിട്ട് തന്നെ ഇല്ല. എൻ്റെ മുമ്പിൽ നിൽക്കുന്ന എല്ലാ പ്രശ്നങ്ങളും എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ ഒന്നുമില്ല. എൻ്റെ ദൈവം അറിയുന്നത് പോലെ അതിൻ്റെ കനവും ഭാരങ്ങളും അറിയുന്ന വേറൊരാളും ഇല്ല. മൂന്നാമതായി, എൻ്റെ കൈക്ക് അടിസ്ഥാനമിട്ട ഒരു കാര്യം എൻ്റെ കരങ്ങൾ കൊണ്ട് തന്നെ ചെയ്തു തരുന്നൊരു ദൈവമുണ്ട്. ഈ 3 ധ്യാനത്തെ, ഈ 3 അരുളപ്പാടുകളെ നാം ഇന്ന് ഏറ്റെടുക്കാൻ മനസ്സുണ്ടോ? കണ്ണുകളെ അടയ്ക്കാം. ഒരു നിമിഷം നമ്മൾ ധ്യാനിച്ച വിഷയത്തിൻ്റെ മേലെ ദൈവസന്നിധിയിൽ മുട്ടുമടക്കാം. കർത്താവേ, നീ ഞങ്ങളെ അനുഗ്രഹപൂർണമായ വചനം കേൾപ്പിച്ചു. പലപ്പോഴും ഞങ്ങൾ സമ്മതിക്കുന്നു കർത്താവേ, നിന്റെ സന്നിധിയിൽ നിന്ന് പല സാഹചര്യങ്ങളിൽ ഞങ്ങൾ മാറിപ്പോയിട്ടുണ്ട്. വിശ്വാസ ജീവിതത്തിൽ പ്രാർത്ഥിക്കാനൊക്കെ ഞങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. എന്നാൽ ഞങ്ങളുടെ സമയങ്ങളെ ഞങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു? പ്രാർത്ഥനയ്ക്കായിട്ട് ഞങ്ങൾ വേർതിരിച്ച് വെക്കാറുണ്ടോ? ഒരു ജീവിത പ്രശ്നങ്ങൾ വന്നു കഴിയുമ്പോൾ കർത്താവേ, ആദ്യം ഞങ്ങൾ മാനുഷികമായിട്ടുള്ള നദികളുടെ മുമ്പിലേക്കാണോ പോകുന്നത്? അല്ല, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മേലെ ഞങ്ങളെ ഇത്ര നാളും ഒഴുക്കിക്കൊണ്ട് വന്ന ഒരു നല്ല ദൈവത്തിൻ്റെ ആ നദിയിലേക്ക് നോക്കുന്നവരാണോ? ദൈവസന്നിധിയിൽ സ്വയം ഒന്ന് നമുക്ക് തന്നെ നമ്മളോട് ചിന്തിക്കാം. കർത്താവേ, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞുപോയി. ഇന്നലെ വരെ ഞങ്ങൾ കേട്ടതെല്ലാം മാഞ്ഞുപോയി. ചുറ്റുപാട് നടക്കുന്ന പ്രശ്നങ്ങളെല്ലാം മാറ്റിവിട്ട് ദൈവസന്നിധിയിൽ സമർപ്പണത്തോടെ നമുക്ക് ആ മുഖത്തേക്കൊന്ന് നോക്കാം. ജീവിതമിന്നും ശരിയായിട്ടില്ലയോ, ജീവിപ്പിക്കും കർത്തനെ വന്നു. ജീവനും ശക്തിയും സ്നേഹവും തന്നെന്നെ ജീവിപ്പിച്ചിടണമേ ദേവാ. ജീവനും ശക്തിയും സ്നേഹവും തന്നെന്നെ ജീവിപ്പിച്ചിടണമേ. കർത്തനെ എത്ര അനുഗ്രഹങ്ങളയ്യോ നഷ്ടമാക്കി വിധം. ഇന്നും കഷ്ടത തന്നിൽ വലയുന്നു ഞാനിതാ, തട്ടിയുണർത്തണമേ ദേവാ. കഷ്ടത തന്നിൽ വലയുന്നു ഞാനിതാ, തട്ടിയുണർത്തണമേ. ഞങ്ങളുടെ ഉള്ളിൽ എന്നും വരുന്ന നല്ല ആത്മാവേ, ജീവിതം ഇന്നും ശരിയായിട്ടില്ല കർത്താവേ, എന്നാൽ ഞങ്ങളെ ജീവിപ്പിക്കുന്ന ഒരു നല്ല ദൈവമുണ്ട്.
കഷ്ടതയുടെ നടുവിൽ കർത്താവെ നട്ടം തിരിയുന്നവരായി ഞങ്ങൾ നിന്നിട്ടുണ്ട്. ശൂന്യതയുടെ മധ്യത്തിൽ ഞങ്ങൾ നിന്നിട്ടുണ്ട്. ഞങ്ങളെ ഇതിന്റെ മധ്യത്തിൽ എന്തിനു വേണ്ടി നീ ഈ വചനം കേൾപ്പിച്ചു? എന്തിനു വേണ്ടി ഈ വചനത്തിൽ നിന്ന് ഇന്ന് ഞങ്ങളോട് സംസാരിച്ചു? എഴുന്നേൽപ്പിക്കണം കർത്താവെ, തട്ടി വിളിക്കണം, തട്ടി ഉണർത്തണം. മകനെ, മകളെ എന്നുള്ള ആ ഒരു നല്ല സ്വരം ഞങ്ങൾക്ക് കേൾക്കണം. എൻ്റെ ദൈവമേ, നീ ഇറങ്ങി വന്ന് ഞങ്ങളുടെ ഉള്ളിലെ ആ ഒരു ആത്മാവിനെ ഒന്ന് കർത്താവെ സംസാരിക്കണം. സൈന്യത്താലെ അല്ല, ശക്തിയാലെ അല്ല, എൻ്റെ ആത്മാവിനാൽ ഞാൻ നിന്നെ നയിക്കും. നിന്റെ മുമ്പിൽ നിൽക്കുന്ന പർവ്വതങ്ങൾ സമഭൂമിയായി തീരും. നിന്റെ കൈ അടിസ്ഥാനമിട്ടതിനെയൊക്കെ നിന്റെ കൈകൾ കൊണ്ട് തന്നെ അത് തീർത്തു തരും. യഹോവയാകുന്ന ഞാൻ സൈന്യങ്ങളുടെ യഹോവ, സൈന്യങ്ങളുടെ ദൈവമെന്ന് ഒരു നാളിലൂടെ നീ രുചിച്ചറിയും. ഈ വചനത്തിനായി ദൈവമേ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഉറപ്പോടെ എഴുന്നേൽക്കുവാൻ, ധൈര്യത്തോടെ എഴുന്നേൽക്കുവാൻ, ജീവിതത്തിന്റെ മുമ്പിൽ വരുന്നതിനെ എല്ലാം കർത്താവെ ധൈര്യത്തോടെ നേരിടുവാൻ, ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു യേശുവിന് വേണ്ടി ജീവിക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. തകർന്നിരിക്കുന്നവരോട് കൂടെ നടക്കുന്ന ഒരു നല്ല ദൈവം, മുറിവുകളെ കെട്ടുന്ന ഒരു നല്ല ദൈവം, ശൂന്യതയുടെ മധ്യത്തിൽ പ്രകാശമായി ഇറങ്ങി വരുന്ന ഒരു നല്ല ദൈവം, കർത്താവെ സൗഖ്യത്തിനായി അപേക്ഷിച്ചവരോടൊക്കെ നിന്ന ദൈവം, യേശുവേ ദാവീദ് പുത്ര ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് ചോദിച്ചവരോടൊക്കെ അവിടെ നിന്ന് അവരോട് കരുണ വാരിച്ചൊരിഞ്ഞ ദൈവം ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളെയും മാറ്റട്ടെ, ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധികളെയും മാറ്റട്ടെ, എല്ലാ വേദനകളെയും മാറ്റട്ടെ, അനുഗ്രഹമാക്കി മാത്രം മാറ്റണമേ. സമർപ്പിച്ചു തരുന്ന കർത്താവെ, എല്ലാ നന്മകൾക്കായും സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ശക്തമായ ദൈവവചനം നമ്മോട് അറിയിച്ചല്ലോ. സെരുബാബേലിൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടു. ദൈവത്തിൻ്റെ നമ്മോടുള്ള അറിയിപ്പ് അതിൽ കൂടി എന്താകുന്നു എന്നുള്ളതാണ് പ്രിയശരിൽ കൂടി നമ്മോട് ദൈവം ആജ്ഞാപിച്ചത്. നമ്മളിലൂടെ ദൈവത്തിൻ്റെ പദ്ധതി ചെയ്തു തീർക്കാണ് ആ ഒരു പ്രാർത്ഥനയായി. ദൈവത്തിന് നമ്മളിൽ കൂടി ചില പദ്ധതികളുണ്ട്. ആ എക്സാമിനേഷന് പോയ ആ ഒരു സംഭവം എത്ര ദൈവത്തിൻ്റെ വലിയ അത്ഭുതകരമായ നടത്തിപ്പാണ്. അതിനാൽ ദൈവത്തിൻ്റെ പദ്ധതി നമ്മൾ കൂടി ചെയ്തു തീർക്കാനായിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഇത് നമ്മളെ കേൾപ്പിച്ച വചനം നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരുന്നതിന്, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോട് ഏത് പ്രതിസന്ധികൾ വന്നാലും അവിടെ ദൈവം സമഭൂമിയാക്കി തരുന്ന ഒരു ദൈവം നമ്മോടുകൂടിയുണ്ട്. അവിടെ ഒന്നും തളർന്നു പോകാതെ മുന്നോട്ട് ജീവിക്കുവാൻ ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട വചനം ശുശ്രൂഷിച്ച പ്രിയ ഷെറിൻ വിനോദിനോടുള്ള നന്ദി സ്നേഹവും നിങ്ങളുടെ എല്ലാവരുടെയും നാമത്തിൽ അറിയിച്ചുകൊള്ളുന്നു. ഇപ്പോൾ സജി ക്ലോസിംഗ് പ്രെയർ ചെയ്യുന്നതായിരിക്കും. Let's pray. Almighty God, Heavenly Father, we thank you for bringing us once again together into your presence, oh Father. Father, right from the moment we walked into this hall, right up to this moment, we have been enjoying the peace and we have experiencing the joy that only comes when you are with us, oh Father. The world does not give us peace, everlasting peace, but it is you who give us the peace that is everlasting, beyond our life, beyond the days that we are on this earth, right into eternity, Father. The peace that transcends all understanding, it comes from you, oh Father. We thank you for the glorious moments of happiness, peace, and joy that you've given in our lives, oh Father. Oh Father, we pray for this wonderful fellowship. Lord, last 39 years, Lord, you have kept us together. You have been our shepherd. Oh Lord, we wandered many times away, Father. We were lost. We were tired. We were sick. Oh Father, we cried out to you. And Father, whenever we cried out, your ears were always there to hear our prayers. And Father, there's a body of believers, oh Father. Oh Father, the body of believers is the church. Your body, oh Christ Jesus.
We praise you for bringing us together in your wonderful name. We thank you, Father, from the moment of for the opening prayer that our Reggie brother did, for the worship songs led by our choir, all to your glory, O Father. We thank you for the blessed Psalms reading that we had and the meditation, O Father. We pray for Brother Ajit. O Father, those who look at you are radiant. The faces are never covered with shame, O Father. O Father, help us to look at you, look at your face, so that we radiate, O Father, with your glory. O Father in heaven, we thank you. We thank you for the time that you gave us to intercede in your presence, O Father, through Thomas Uncle, and bring, Lord, our petitions, our praise, and our problems into your presence, O Father, because we know that you are going to, Lord, answer it. We thank you, Father. We thank you for taking us this day through the word of God, through your daughter, Shirin Vinod. Oh, Father, we thank you for the words of wisdom that you shared with us, oh, Father. Oh, Father, it is not by our power or by might that we are going to conquer our problems, but it is by your Spirit that we are going to achieve victory. And we thank you, Lord, for reassuring us and reminding us once again. And Lord, Father, we thank you. The mountains of problems that might come before us. Oh, Father, in front of you, oh, Father, you're going to level it, oh, Father, and going to make it, oh, Father, that the mountain never existed ever. That's your power and that's your promise. We thank you once again. Hallelujah, hallelujah. And Father, you reminded us, if you have started a work through us, you will complete it in your glory. We thank you for this beautiful words of wisdom, Lord, that you have shared with us. It is your word, oh Father, it's everlasting and nothing is going to change. We thank you, Lord, for this fellowship. We thank you for our leaders. Particularly, we pray for Bekutichan and his family. We pray for M.J. Thomas and family, Rajanangal and family. We pray for Thomas Uttichan and all our, Lord, people who have been leading us. Oh, Father, we thank and we praise for their lives. Bless them. We pray for every fellowship member who have come today over Zoom, who have joined us, and those who have not been able to come, wherever they are, may you cover them with your grace, oh Father. We thank you for all the beautiful gifts you've given us. Oh Lord, until we meet again, we pray that you be with us and you guide us. We ask this prayers in the precious name of our Lord and Savior, Jesus Christ. Amen. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടകളും ദോഷം ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടനിൽ നിന്ന് രക്ഷിച്ചോളണമേ. എന്തുകൊണ്ടെന്ന് ആ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളാകുന്നു. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും സഹവാസവും കർത്താവെ ഞങ്ങളെ കേൾപ്പിച്ച വചനത്തോടുകൂടിയും വചനം ഞങ്ങളെ ശക്തീകരിച്ച് മുന്നോട്ട് ജീവിക്കുന്ന അനുഭവത്തോടുകൂടിയും വചനം ശുശ്രൂഷിച്ച് അവിടുത്തെ പ്രിയ മകളോടുകൂടിയും മകളുടെ തുടർന്നുള്ള ശുശ്രൂഷകളോടുകൂടിയും ഞങ്ങളുടെ തുടർന്നുള്ള ജീവിതത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളോടുകൂടിയും ഇന്നും എന്നേക്കും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മാത്രം ഇന്നും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം കരയറ്റാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. Praise the Lord. പെരുന്നാഴ്ച നമ്മുടെ പ്രയറ് പ്രിയ കോശി ബ്രദർ ദൈവവചനം ശുശ്രൂഷിക്കുന്നതായിരിക്കും. പ്രാർത്ഥനയോടുകൂടി കടന്നു വരിക.